ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. വീണ്ടും അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അൺഫ്രണ്ട്ലി കമ്പനി ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ സമകാലീനമായ ഒരു പ്രശ്നമാണ്. ഇതുവരെ എല്ലാവരും പറഞ്ഞിരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പഴയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നതെന്നും വളരെ എന്താ പറയാ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ഇന്ന് കുറച്ച് തീപ്പൊരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു സമകാലീന വിഷയമാണ് എടുത്തിരിക്കുന്നത്. ഈയിടെ ടി വിയിലെല്ലാം വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. വിനോദേ, അതിനെ കുറച്ചും കൂടെ വിശദമാക്കാൻ പറ്റുമോ? നിന്റെ നാട്ടിൽ നടക്കുന്നില്ല, ഞാനിങ്ങ് ദൂരത്തിരുന്നിട്ട് അതിനെ കുറിച്ച് പറയുമ്പോഴേ അതൊരു ഓസ്ട്രേലിയ ഇരുന്നാലും എടാ നമ്മള് മലയാളി എല്ലാം ആ ന്യൂസ് എല്ലാം ഫോളോ ചെയ്യും. അതാണ് നമ്മുടെ മലയാളികളുടെ സ്വഭാവം. അതാണ് നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റിന്റെ മെയിൻ കോൺസെപ്റ്റ്. മലയാളി എവിടെ പോയാലും നമ്മൾ എന്തെല്ലാം ഡെവലപ്മെന്റോ വാട്ട് എവർ ചേഞ്ചസ് ഇൻ അവർ ലൈഫ്, നമ്മളെല്ലാം തിരിച്ചു വന്ന് ഈ ഒരു പർട്ടിക്കുലർ ന്യൂസിൽ എല്ലാവരും വന്ന് ഹുക്കപ്പ് ആവും, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ മാഗ്നറ്റ്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടോപ്പിക് ഈസ് ബേസിക്കലി obsession of Malayalis, you can say, into what is happening in somebody else's private life. അതായത് ഒരാളുടെ സ്വന്തമായിട്ടുള്ളൊരു പ്രൈവറ്റ് ലൈഫിൽ എന്ത് നടക്കുന്നു, എന്താണ് അതുകൊണ്ടുള്ള കോൺട്രവേഴ്സീസ് ഉണ്ടാകുന്നു. അത് എസ്പെഷ്യലി പബ്ലിക് ഫിഗേഴ്സ് ആണ്, സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ്. ഈ പബ്ലിക് ഫിഗറിലുള്ളവരുടെ ലൈഫിൽ എന്തെല്ലാം സംഭവിക്കുന്നു അതെല്ലാം പുറത്തിങ്ങനെ നമ്മുടെ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് അത് അലക്കി നശിപ്പിച്ച് അതിനെപ്പറ്റി ചർച്ച ചെയ്ത് ഇത് നമ്മുടെ മലയാളീസിന് ഒരുപാട് ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് എന്ന് നമ്മൾ പോഡ്കാസ്റ്റിൽ കൊണ്ടുവരുന്നത്. അതിപ്പം വേറെ ഒന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഒരു ഇപ്പോഴും ഹോട്ടായിട്ടിരിക്കുന്ന ഇഷ്യൂ. പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ വള്ളി പിടിച്ച് നമ്മുടെ രാഹുൽ ഈശ്വർ പോയി ഇതിനെ സപ്പോർട്ട് ചെയ്ത് പോയി ഐ തിങ്ക് അറൌണ്ട് 14 days ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം പല പല വേറെ ഇഷ്യൂസും ഇതിൻ്റെ പാസ്റ്റിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പല കേസസും, വെദർ ഇറ്റ് ഇസ് മൂവി ഇൻഡസ്ട്രി, വെദർ ഇറ്റ് ഇസ് സ്പോർട്സ് ആണെങ്കിലും, അല്ലെങ്കിൽ എന്താ പറയുക പൊളിറ്റീഷ്യൻസ്, ആരെ എടുത്താലും എല്ലാവരും ഇവരുടെ പ്രൈവറ്റ് ലൈഫിൽ എല്ലാം ഒളിഞ്ഞു നോക്കുക, എത്തി നോക്കുക, ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുക. അതിനെപ്പറ്റിയുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സ്കാൻഡൽസിനെ കുറിച്ചാണ്. എന്താണ് നമുക്ക് ഇതിനോടുള്ള ഒരു ഒബ്സെഷൻ, എന്താണ് നമുക്ക് ഇതിനോടുള്ള ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇതിപ്പം വീട്ടിൽ വെച്ച് കഞ്ഞിയും കയറും ഉണ്ടാക്കാനുള്ള സംഭവം അല്ലല്ലോ. ഇത് എല്ലാവർക്കും ഒരു ത്രില്ലാണോ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഇത് കേട്ടവന് ഒരു സന്തോഷം, കേൾക്കാത്തവന് ഒരു ആകാംക്ഷ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണിത്. ചുരുക്കി പറഞ്ഞ പണ്ട് മുതലേ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് സെക്സ് സെൽസ് എന്നുള്ളത്. അതാണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി. പക്ഷെ എനിക്ക് അതിനോടൊരു ഇതില്ല. പക്ഷെ ആ ഒരു മറ്റുള്ളവന്റെ ജീവിതത്തിൽ, അത് എസ്പെഷ്യലി പ്രസിദ്ധരായവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നു എന്ന് കാണുമ്പോൾ അത് അറിയാനുള്ളൊരു എന്താണെന്ന് അറിയില്ല, ഒരു ആവശ്യമില്ലാത്തൊരു ആവശ്യം. എന്നാലും അതെനിക്ക് തോന്നുന്നത് എന്തെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ പബ്ലിക് ഫിഗേഴ്സ് നമ്മൾ എപ്പോഴും വി കീപ് ദം ഓൺ എ ഹൈ സ്റ്റൂൾ. നമ്മളൊരു കൈൻഡ് ഓഫ് വലിയ പൊസിഷനിൽ നമ്മൾ വെക്കും. ദാറ്റ് ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ ആകുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു റിലീജിയസ് ലീഡർ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. ഏത് വകുപ്പിലാണ്, ബിസിനസ് ആണെങ്കിൽ പോലും ഒരു കമ്പനിയുടെ സിഇഒ എന്ന് പറയുമ്പോൾ, ഈവൻ കമ്പനി സിഇഒസ് ഹാവ് ഫേസ്ഡ് ഇഷ്യൂസ് അല്ലേ. വെദർ ഇറ്റ് ഇസ് നമ്മുടെ ഊബറിലെ സിഇഒ പെട്ട് ഹി ഹാഡ് ടു റിസൈൻ, ഒരുപാട് കേസസ് നമുക്കറിയാം. ഏത് മേഖലയിലാണെങ്കിലും ഒരു പബ്ലിക് ഫിഗറിൽ ഇരിക്കുന്ന ആള് നമ്മളെല്ലാം ഒരു കൈൻഡ് ഓഫ് ഇമേജ് വെക്കും അല്ലേ. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ സ്റ്റീവ് ജോബ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇമേജ് ഉണ്ട് സ്റ്റീവ് ജോബ്സിനെ പറ്റി. ജസ്റ്റ് ഇമാജിൻ ഇഫ് സ്റ്റീവ് ജോബ്സ് ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് സ്കാൻഡലിൽ പെട്ടാൽ നമ്മളെല്ലാവരും ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും, എന്താണ് ബിക്കോസ് സ്റ്റാൻഡേർഡ്. എന്നാ പിന്നെ അവിടെ തന്നെ ഒരു ആദ്യത്തെ ചോദ്യം വെച്ച് ഞാൻ തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ ഈ ഇങ്ങനെ ഉയരങ്ങളിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഒബ്ലിഗേഷൻസ് ഉള്ളൂ, മോറൽ ഒബ്ലിഗേഷൻസ്. അതായത് നമ്മളെ പോലെയുള്ള സാധാരണവർക്കൊന്നും. അപ്പൊ നാളെ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് വളരെ ഫേമസ് ആയി, നമ്മൾ മിസ്റ്റർ ബീസ്റ്റ് പോലെ ഭയങ്കര ഫേമസ് ആയെന്ന് വെച്ചോ, അപ്പൊ നമുക്ക് ആവശ്യമില്ല, നമ്മൾ മുമ്പില്ലാത്ത ഒബ്ലിഗേഷൻസ് നമുക്ക് തനിയെ വരികയാണോ? ചിലപ്പോ ആയിരിക്കാം, ചിലപ്പോ ആയിരിക്കില്ല. പക്ഷെ അതൊരു അനാവശ്യമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ലീവ് ദ ഫ്ലോർ ഓപ്പൺ നൗ. Tom, what are your opinions? What do you guys think? എൻ്റെ ഒരു തോട്ടം എന്ന് പറയുന്നത്, ഈ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇപ്പം അവർ
പൊതുവെ വർക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ദേ വോണ്ട് ടു റിലാക്സ് ഓർ ദേ വോണ്ട് ടു സ്ട്രെസ് റിലീസ് അവരുടെ സ്ട്രെസ് റിലീസ് ചെയ്യാൻ ഇതൊക്കെ അല്ലാതെ വേറെ എന്താണ് അവർക്കുള്ളത്? സീരിയസ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ടോപ്പിക്കോ അതോ എക്കണോമിക് മീറ്റിങ്ങോ അപ്പം നമ്മുടെ പ്രസിഡന്റ് വരുന്ന ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. അപ്പൊ അതൊന്നും അല്ല അവർക്ക് ഇൻട്രസ്റ്റ്. ദിസ് ഗിവ്സ് ദം മോർ ഹാപ്പിനെസ് ആൻഡ് മോർ ജോയ്. സോ ദേ വോണ്ട് ടു ബി അറ്റാച്ച്ഡ് വിത്ത് ദീസ് കൈൻഡ് ഓഫ് മസാല ടോപ്പിക്സ്. നീ പറഞ്ഞ പോലെ ആ പോയിന്റ്, പുട്ടിൻ ഇപ്പൊ ഇവിടെ ഇന്ത്യയിൽ വന്നിട്ട് പോയി, ആർക്കും അതൊന്നും കാണണ്ട, ആർക്കും അറിയണ്ട. രാഹുലിന് ഇത് കിട്ടിയോ, ജാമ്യം കിട്ടിയോ? രാഹുൽ ഈശ്വർ ഇപ്പൊ ഇതിലാണ്, എന്താ പറയാ, മറ്റേ എന്താ ഡയറ്റിലല്ലോ, എന്താ ഹങ്കർ സ്ട്രൈക്കിലാണ്. ഭക്ഷണം കഴിച്ചോ, വെള്ളം കുടിച്ചോ? ഇത് ചാനലുകൾ അതാണ് കൊടുക്കുന്നത് ആൾക്കാർക്ക് വേണ്ടതെന്തോ ചാനൽ ഈ സർവിങ് ദം. അപ്പം പുട്ടിൻ പറഞ്ഞപ്പോഴല്ലേ, പുട്ടിൻ വന്നിട്ട് അവിടെ ഒരു സോൾജർ സല്യൂട്ട് അടിച്ചപ്പം അതയാൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് അത് മീഡിയയിൽ ട്രെൻഡിങ് ആണ്, അങ്ങ് എങ്ങോ പോയിരിക്കുകയാണ് അതിൻ്റെ ഇത്. പക്ഷെ പാവം അയാൾ ഇവിടെ വന്ന് എന്താണ് നമ്മുടെ കാര്യത്തിന് വേണ്ടി ഡിസ്കസ്, ആർക്കും ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. അത് തന്നെയാ ഈ അരുൺ പറഞ്ഞ പോയിന്റ്. വൈകുന്നേരം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ചായ കുടിക്കുമ്പോ എന്തെങ്കിലും ഒരു കടി വേണ്ടേ, ആ കടിയാണ് ഈ സംഭവം. എന്താ അറിയില്ല, ആ കടി നമ്മുടെ മീഡിയാസ് പ്രോപ്പർ ആയിട്ട് എല്ലാവർക്കും ആവശ്യത്തിലേറെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കൂടുതലും ഞാൻ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പൊ പ്രൈവറ്റ് ലൈഫിലാവുമ്പം നോബഡി വിൽ ബി ഇൻട്രസ്റ്റഡ്. ബട്ട് ലൈക്ക് ശ്രീ പറഞ്ഞ പോലെ ഒരു പ്രൈവറ്റ് ലൈഫ്, അതൊരു പബ്ലിക് ഫിഗർ ആവുമ്പം യുവർ ലൈഫ് ഇസ് ഔട്ട് ദർ ഇൻ ദ പബ്ലിക് സ്പേസ്. യു ആർ പുട്ടിങ് യുവർ സെൽഫ് ഔട്ട് ദർ. അത് വരുമ്പോഴത്തേക്ക് നാച്ചുറലി ഈ കുറേ കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് നോട്ട് ഇത് ഈ ഒരു ഇഷ്യൂ മാത്രമല്ല, വെദർ യുവർ എത്തിക്കൽ, ഹൗ യു ഡീൽ വിത്ത് അതർ പീപ്പിൾ, ഈവൻ സിമ്പിൾ തിങ്, ഹൗ യു ഈവൻ ഇന്ററാക്ട് വിത്ത് എ വെയിറ്റർ. ആരെങ്കിലും ഒരു ക്യാമറ വെച്ചായിരിക്കും എടുക്കുന്നത്. നമ്മൾ ആ ഒരു വെയിറ്ററിനോ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ഫുഡ് കൗണ്ടറിലോ അവിടെ കൗണ്ടറിൽ നിൽക്കുന്ന ആളുടെ അടുത്ത് പെരുമാറുന്ന രീതി പോലും ആരെങ്കിലും നമ്മുടെ ഫോട്ടോ വീഡിയോ എല്ലാം എടുത്ത് കാണിക്കും. അതേണ്ട ഇന്ന ആള് ഇതേണ്ട ഇന്ന ഇതിലുള്ള ആള് അല്ലെങ്കിൽ ഇന്ന പദവിയിലിരിക്കുന്ന ഒരാള് ഇതാണ് ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. എവറി ഇഷ്യൂ, എവറിത്തിങ് എ പബ്ലിക് ഫിഗർ ഡസ്, ഇറ്റ് ഈസ് ഔട്ട് ഫോർ സ്ക്രൂട്ടനി. ദാറ്റ് ഈസ് ദ റിയാലിറ്റി ഓഫ് ദ വേൾഡ്. ഇത് സോഷ്യൽ മീഡിയ കൊണ്ടുള്ള പ്രശ്നമല്ലേ? അപ്പം സോഷ്യൽ മീഡിയ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാളെ ഒറ്റ ദിവസം കൊണ്ട് നേരെ താഴെ ഇറക്കാം. ചുമ്മാ ഒരു ഫേക്ക് വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫേക്ക് ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ചാനലുകൾ അവരെ അലക്കി മറിക്കും. എൻഡ് ഓഫ് ദ ഡേ ഇതെല്ലാം കഴിയുമ്പോഴായിരിക്കും അവൻ നിരപരാധി എന്ന് അറിയുന്നത്. അതെനിക്ക് തോന്നുന്നു ഒരു യങ് ഒരു ആക്ടർ ഉണ്ട്, കുറച്ചൊരു 2 weeks മുമ്പൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്ന മുമ്പ് അതിട്ട് കുറെ അലക്കുമായിരുന്നു. പക്ഷെ അതിനൊന്നും വലിയ റീച്ച് ഇല്ലായിരുന്നു. ബിക്കോസ് ദാറ്റ് ആക്ടർ ഇസ് 1-2 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ. ഹീസ് നോട്ട് ലൈക്ക് വെരി പോപ്പുലർ, നോട്ട് എ സൂപ്പർ സ്റ്റാർ. ചെറിയ അവിടെ വരെ കുറെ മോഹൻലാലിൻ്റെ കൂടെയൊക്കെ കുറച്ച് ആക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആളുടെ കുറെ എന്തോ വീഡിയോസോ എന്തൊക്കെയോ ഓഡിയോ വന്നപ്പോൾ പുള്ളി പറഞ്ഞത് ഇത് AI ക്രിയേറ്റഡ് ആണ്, മറ്റേയാണ് മറിച്ചാന്ന് പറഞ്ഞ് തടി തപ്പാൻ നോക്കി. പക്ഷെ അത് മീഡിയ അധികം ഒരുപാട് അലക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു ട്രാക്ഷൻ കിട്ടുന്നില്ല. ബിക്കോസ് പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ആക്ടർ. പീപ്പിൾ വുഡ് ബി മോർ ഇൻട്രസ്റ്റഡ് ഇൻ സംതിങ് ഓഫ് എ മച്ച് മോർ സ്റ്റാർഡം ഉള്ള ഈ പല ഗ്രേഡ് ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇപ്പൊ രാഹുൽ മങ്കൂട്ടിനെ പുറകെ പോകുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹീസ് എൻ MLA, ഹീസ് എ വെരി ഭയങ്കര മീഡിയയിലൊക്കെ വന്ന് ഭയങ്കര വോയിസ് ഉള്ള ഒരു ലീഡറാണ്. അതേ സമയത്ത് ലോക്കലായിട്ട് ഒരു എന്തെങ്കിലും ഒരു പാർട്ടി വർക്കറിന്റെ ആണെങ്കിൽ, സെയിം പാർട്ടി വർക്കറിന്റെ ഇഷ്യൂ ആണെങ്കിൽ nobody will talk about it, അല്ലേ? സോ ഐ തിങ്ക് ഡിപ്പെൻഡ്സ് ഓൺ ഡിഫറെന്റ് ഗ്രേഡ്സ്. ഇറ്റ് കൻ അല്ലേ ടോം, വാട്ട് യു തിങ്ക്? അതിലൊരു പോയിന്റും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. അതായത് പീപ്പിൾ എൻജോയ് ദ ഫോൾ ഓഫ് ദ ബിഗ്സ്. ഇപ്പൊ ഒരാള് ഗ്രോ ചെയ്ത് ടോപ്പിലെത്തുന്നു, അപ്പം അവർക്കൊരു റെസ്പെക്ട് ഉണ്ട്. ഓൾസോ ദേ ഹാവ് എ ജലസി, ഇന്റേണലി ദേ ഹാവ് എ ജലസി. അപ്പൊ അയാള് താഴോട്ട് പോകുമ്പോ they enjoy that more. They want to know more what bad he did, how bad he is. You create more enemies as you grow. Correct. സോ നമ്മൾ ഈ വിഷയം ഇന്ന് സംസാരിക്കുന്നു പറഞ്ഞപ്പം I was in 2 minds. എനിക്ക് എൻ്റെ ഇതിനെക്കുറിച്ച് എന്തോ ഉള്ളൊരു പൊസിഷൻ എന്തോ ആണെന്ന്, I couldn't personally find me interested in talking about this. So അന്നേരം ഇതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലാകുന്നത് people who has an interest watch the news which is interesting to them, and the people who feels like that doesn't add value to me എന്ന് ചിന്തിക്കുമ്പോൾ we ignore such things. അന്നേരം ഇതിൻ്റെ അകത്ത് നമ്മൾ
തുടങ്ങിയപ്പോൾ നമ്മൾ സംസാരിച്ചു ഡസ് മലയാളീസ് ഹാവ് എൻ ഒബ്സഷൻ വിത്ത് ദിസ് എന്നുള്ളൊരു ചോദ്യത്തിന് there is some element of, I mean, there is some points we need to talk about because there are some things to talk about. ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ sex scandals is throughout the world. Okay, one of the biggest ones which has happened is Bill Clinton and Monica Lewinsky. Huge, I mean, people were Huge. I think during our college time, അല്ലേ? yeah. So we were keen to know what exactly happened in the White House, in the അതെ, presidency. അതെ. Curiosity, correct. Absolutely. So it is ഇത് മലയാളികൾക്ക് മാത്രം സ്വത്തായിട്ടുള്ളൊരു സംഭവമല്ല. ലൈക്ക് ത്രൂ ഔട്ട് ദ വേൾഡ് ദർ ഇസ് സ്കാൻഡൽസ്. വേറെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈസ് ദർ ആൻ എലമെന്റ് ഓഫ് അഡിക്ഷൻ? ദർ ഇസ്. കാരണം നമ്മളിപ്പം കേരളത്തിൽ തന്നെ നോക്കുവാണെങ്കിൽ നമ്മൾ പല ഐറ്റംസ് അലക്കി അലക്കി ഉണക്കി വി ആർ ഓൾവേസ് ഹണ്ടിങ്. സൂര്യനെല്ലി കേസ്, സോളാർ കേസ്, ഐസ്ക്രീം ഐസ്ക്രീം പാർലർ കേസ്. Okay, so is there an addiction to this? There is an addiction. എന്നാൽ ഇതിൻ്റെ അകത്ത് ഞാൻ നമ്മൾ ഈ വിഷയം സംസാരിക്കുവാണെന്ന് I was doing a bit of research. ഇതത് എനിക്ക് മനസ്സിലാകുന്നത് കേരള is one of the communities with biggest news consumption. Okay, മറ്റുള്ള കൺട്രീസോ ഈവൻ ഇന്ത്യയിൽ തന്നെ നോർത്ത് ഇന്ത്യ ഒക്കെ നോക്കുവാണെങ്കിൽ we are a huge population of news consumption, and that also comes because we are highly literate. Correct. So we are constantly feeding information to us. We are in that habit of constantly wanting news, hearing news, listening news. അന്നേരം ഇതിൻ്റെ അകത്ത് I don't know, നിങ്ങളെല്ലാം ടച്ച് ചെയ്ത points become all have links. Then when you want news again and again, big question is, Kerala is one of the states with the most number of news channels. That is also a point. And then when you have so many news channels, you're competing for news. And then what gets you the TRP is topics like this. അന്നേരം ഇതിൻ്റെ അകത്ത് ശ്രീഹരി പറഞ്ഞൊരു ടോപ്പിക്ക്, ഈസ് മീഡിയ ദ ഫോൾട്ട്? ഈസ് മീഡിയ വാട്ട് ഈസ് ക്രിയേറ്റിംഗ് ദ ഇൻട്രസ്റ്റ്? ദെൻ ഇപ്പൊ നമ്മളോട് തന്നെ ഒരാൾ കേട്ടോ അങ്ങനെ പറഞ്ഞു, കേട്ടോ അവരങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ വാക്കുകൾ കൊണ്ട് നമ്മളെ പ്രകോപിപ്പിക്കാം. ഒരു ആങ്കർ അല്ലെങ്കിൽ ഒരാൾ എങ്ങനെ ആ ഒരു സ്റ്റോറി അവതരിപ്പിക്കുന്നു വെച്ചാൽ അതൊരു ഇൻട്രസ്റ്റിംഗ്, ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുമ്പോൾ യു ക്യാൻ ക്യാപ്റ്റിവേറ്റ് എൻ എൻറ്റയർ പോപ്പുലേഷൻ ടു ഫോൾ ഇൻ ടു ദാറ്റ് സ്റ്റോറി. അന്നേരം ദർ ഇസ് എൻ എലമെന്റ് ഓഫ് ദാറ്റ് ഹിയർ. അന്നേരം ഇതിൻ്റെ അകത്ത് the choice is for you and me to decide whether you want to follow that news or not. And the classic example is, why are we talking about this today? നമുക്ക് TRP വേണം. Demand and supply. Demand and supply. നമ്മൾ പണ്ട് എക്കണോമിക്സിലൊക്കെ പഠിച്ചതാ. അതന്നെ നമ്മളും we also made a conscious decision to talk about this because that is what is people want. Engaging for. That is what the people wants. Correct. Exactly. നമുക്ക് വേറെ ടോപ്പിക്സ് ഈ ആഴ്ച ഉണ്ടായിരുന്നു, അത് നമ്മൾ മാറ്റി വെച്ച് ഞാനെല്ലാം കാണാപ്പാടം പഠിച്ചിട്ട് വന്നതായിരുന്നു. ഇതിനകത്ത് നമ്മൾ ഒരു ചോയ്സ് എടുത്തു, നമ്മൾ ഒരു സ്റ്റാൻഡ് എടുത്തു, ഇത് ഇമ്പോർട്ടന്റാ, ഇത് നമ്മൾ സംസാരിക്കണം. എടാ അതാണ് ശ്രീ പറഞ്ഞ ഔട്ട് ഓഫ് സിലബസ് ടോപ്പിക് ആണ് ഇത്. അതന്നെ. പക്ഷെ ഔട്ട് ഓഫ് സിലബസ് ആണെങ്കിൽ നമ്മുടെ സിലബസിൽ വന്ന എങ്ങനെയാന്നുള്ളത് എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. എന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് ദാറ്റ് വൺ ഗൈ ഡേ, 2 guys did or 3 guys did. ഇല്ലെങ്കിൽ പക്ഷെ ഇതെന്തിനാണ് ഇത്ര ഒരു ന്യൂസ് ആവേണ്ട ആവശ്യം എന്താണ്? ഒരാളുടെ ജീവിതത്തിൽ ചിലപ്പോൾ അയാൾ ചെയ്തൊരു മണ്ടത്തരായിരിക്കും, ചിലപ്പോൾ അയാൾ വേണമെന്ന് ചെയ്തായിരിക്കും, ചിലപ്പോൾ അയാൾ തന്നെ ചെയ്തായിരിക്കില്ല, അയാളെ കുടുക്കിലാക്കാൻ വേണ്ടി വേറെ വല്ലവരും ചെയ്തവരായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ഇവിടെ ഒരു ഇതുണ്ടല്ലോ, ഒരാളുടെ, അതായത്
പുല്ലിംഗം മാത്രമേ ഉള്ളൂ തെറ്റ് ചെയ്യുന്നവര്. സ്ത്രീലിംഗം എന്ന് പറയുന്ന സംഭവം തെറ്റും ചെയ്തിട്ടില്ല, അവര് പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ആണ്. അത് കുറച്ച് ഓവർ അല്ലേ? ഇപ്പോഴത്തെ ഒരു കാലത്ത് എന്ന് പറയുന്നത് പാത്രങ്ങൾ കൂട്ടി മുട്ടാണ്ട് ഒച്ച ഉണ്ടാവൂല. അതിപ്പോ ഒന്ന് പോയി മനഃപൂർവ്വം പോയി ഇടിച്ചതായിരിക്കും, സമ്മതിച്ചു. എന്നാലും നമ്മൾ ആദ്യമേ പറയും അങ്ങനെയാണെങ്കിൽ അതൊരു പ്രൈവസി ആയിട്ട് ട്രീറ്റ് ചെയ്യണ്ടേ. ഇത് അതില്ല. ഇത് വാരി കോരി ഓരോരുത്തരുടെ പേരിട്ട് കഴിഞ്ഞാൽ തോന്നും ഇവര് എന്താണ് നമ്മുടെ പൗരാണിക കാലത്തെ രാവണനെക്കാട്ടിലും ഭയങ്കര വില്ലന്മാരാണ്. അങ്ങ് എന്താ പറയാ, ഐ മീൻ ആ യൂസ് ചെയ്യുന്ന രീതിയും അവരുടെ എന്താ പറയാ, കുടുംബം എന്ന് വെച്ചാൽ ഒരു തറവാടുണ്ടെന്നുണ്ടെങ്കിൽ ആ തറവാട്ടിലെ മുതുമുത്തച്ഛന്മാർ വരെ നാണിച്ചു പോകുന്ന രീതിയിലാണ് ചിലപ്പോ മീഡിയ അവരവരുടെ ഓരോ ഓൾറെഡി അവരെ കുറ്റക്കാരായിട്ട് ലൈക്ക് ആക്കി കഴിഞ്ഞു. പോലീസ് പോലും അതിന്റെ കേസ് ഫയൽ ചെയ്താണില്ല. പക്ഷെ അതിനു മുമ്പേ ഇതാണ് ഇയാള് ചെയ്ത് കൂട്ടിയത്, നോക്കൂ. പിന്നെ ഒരാളങ്ങ് നോർത്ത് ഇന്ത്യയിലുണ്ടല്ലോ, ഇന്ത്യ വാണ്ട്സ് ടു നോ. അപ്പൊ സീരിയസ്ലി ചോദിച്ചു കഴിഞ്ഞാൽ വി ഡോണ്ട് വാണ്ട് ടു നോ. ദാറ്റ്സ് എ ഫാക്ട്. നമുക്ക് കുറച്ചും കൂടെ നല്ല കാര്യങ്ങളാണ് അറിയേണ്ടത്. ഇപ്പം മോദിയും പുടിനും കൂടെ എന്തെങ്കിലും സംസാരിച്ച് ഇന്ത്യക്ക് വല്ല ഗുണമുണ്ടോ? അതോ നമുക്ക് വല്ല വാറിന്റെ ഭാഗം ആവേണ്ടി വരുമോ? ഇതൊക്കെയാണ് കൂടുതൽ അറിയേണ്ടത്. വല്ലവനും കിടപ്പുറി കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്ത് അവൻ ആസ്വദിക്കുകയോ എന്തെങ്കിലും ചെയ്യാനും ചെയ്തോട്ട്. എല്ലാവർക്കും ജീവിതത്തിൽ ആവശ്യമുള്ള സാധനം തന്നെയല്ലേ അവരും ചെയ്യുന്നത്. There is a famous saying, it takes two to tango. ഒരാളെ മാത്രം ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. രണ്ടുപേരും കൂടിയും കൺസെൻഷ്വൽ ആയിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നത്, അത് പിന്നെ അത് പുറത്ത് കൊണ്ടുപോയിട്ട് അലക്കുന്നതിനോട് ഐ എം ടോട്ടലി അഗെയിൻസ്റ്റ് ഇറ്റ്. അല്ല, അതും ഈ ഫേമസ് ആയ ആൾക്കാരെ മാത്രമേ ഉള്ളൂ. അല്ല, അതെന്തെന്ന് പറയുക ഫേമസ്. ഞാൻ അത് ടോമിന്റെ ആ പോയിന്റിനോട് ഞാൻ ടോം പറഞ്ഞു, മറ്റേ ബിൽ ക്ലിന്റൺ ഏത് ലീഡർ, ഇപ്പൊ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ വേണ്ട, നമ്മൾ ഒരു മിനിസ്റ്റർ അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ, ദേ ഹാവ് ടു ഹാവ് സർട്ടൻ കൈൻഡ് ഓഫ് എത്തിക്സ് ഇൻ ദിയർ ലൈഫ്. ഇപ്പം അത് എങ്ങനെ ഇത് റിലേറ്റ് ആണ് നമ്മൾ പറയാമോ, ഇറ്റ് ഇസ് പ്രൈവറ്റ് ലൈഫ്, അതെല്ലാം ശരിയാണ്. പക്ഷെ ഒരാൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ പറഞ്ഞ ഈ രാഹുൽ മാങ്കുത്തത്തിന്റെ കേസിലാണെങ്കിൽ പോലും പല പെൺകുട്ടികളിൽ ഒന്ന് പോയി സംസാരിക്കും, പല വിഷയങ്ങൾ കൊണ്ട് വരുമ്പോഴത്തേക്കും he as a politician is there to provide solutions. അല്ലേ? That is the whole point of politician, to provide solution. അപ്പം ആ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം he is manipulating them or trying to use that weakness to... So other Vinod, see, how do we know he is not doing a good job in his career, political career? That is, I mean, that's the thing. Sriyari പറഞ്ഞ ടോപ്പിക്കിനോട് his personal life and his political life are two different things. How do we know his personal life is affecting his political objectives and goals? We don't know. തോംസൺ, I mean, that is not being discussed here. തോംസൺ, അതിലൊരു പോയിന്റ് നമ്മൾ ഈ ടോപ്പിക് എടുത്തപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടു. അപ്പൊ അതിൽ ആൾക്കാർ പറയുന്നതാണ്, ഇത് റിയൽ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം അതിനകത്ത് ആൾക്കാർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഹീസ് യൂസിങ് ഹിസ് പൊസിഷൻ ടു ഫൈൻഡ് ന്യൂ പീപ്പിൾ. അതൊരു That is again. So this is where we know the version. Like why are we worried about what he does? That because one of the points Vinod was raising is we have elected him as a politician, and when he's meant to do something good for the country, he's doing this. So hence reason why we want to make it a big deal. But what if he's still doing what he was elected for? And he's still doing this on his side. This is one of the things where I'll give an example. I'll give an example to that specific question. ഇപ്പം ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ I wanted to have a meeting with one particular politician. I don't want to say what party, name, anything. So അത് കണക്ട് ചെയ്തെന്ന ഒരു നമുക്ക് അറിയുന്ന ഒരു കോമൺ ഫ്രണ്ട്, ഒരു ലേഡിയാണ്. So she is very close with that അറിയുന്ന ആളൊക്കെയാണ്. But when she set the meeting for me, she said she will not come with me. I said, why? Because he has his weakness for women and I don't like the way he talks, and later on he will message me, call me and all that stuff. I want to avoid. I'm avoiding. So I'll set the meeting for you, go. അപ്പം ഇത് പ്രശ്നം പറ്റുന്നത് ഇങ്ങനെയുള്ള പൊളിറ്റീഷ്യൻസിന്റെ അടുത്ത് വി കനോട്ട് സെൻഡ് അവർ ഫ്രണ്ട്സ്, അവർ വൈഫ്, സിസ്റ്റർ, ആ മക്കൾ ആരും വിടാൻ പറ്റത്തില്ല. സോ ഹി മൈറ്റ് ബി ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്, ബട്ട് in some situation, let us say you need some help from him and you are not in a position to contact. You're sending your daughter, wife, sister, something, okay, somebody, and if some kind of I don't want to say misinformation. I'm talking about some kind of misunderstanding or some kind of unnecessary talk, something undai kanyal,
naturally you'll feel hurt, right? So you will not feel like getting close to that person. Or ഇതൊരു ഭയങ്കര ഒരു ഗ്രേ ഏരിയ ആണ്. There ഞാനൊരു is this അല്ല two അല്ലല്ല ഒരു areas. മിനിറ്റ് ഒരു മിനിറ്റ് ഗ്രേ ഏരിയ എന്ന് പറയാൻ വരട്ടെ. ഞാൻ തോമസൺ പറഞ്ഞ പോയിന്റിനോട് കണക്ട് ചെയ്തിട്ട് ഒരു അനക്ഡോട്ട് ഇടുകയാണ്. സിനിമ ഫീൽഡ് ലിറ്ററലി സ്കാർഡ് വിത്ത് ദിസ് സോ കോൾഡ് സ്കാൻഡൽ എന്ന് പറയുന്നത്. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയപ്പെടുന്നത് വേൾഡ് വൈഡ് അറിയപ്പെടുന്ന ഒരു സംഭവമാണ്. ഇതുവരെ ആരും അതിനെ തെളിയിച്ചിട്ടില്ല. ഓക്കെ, ഇതുവരെ ആരും അതിനെ പ്രൂവ് ചെയ്തിട്ടില്ല ദാറ്റ് ഇറ്റ് ഈസ് എക്സിസ്റ്റന്റ്. ക്യാമറ കാണത്തില്ല. ഇല്ല, ഇപ്പോഴത്തെ കാലത്ത് ക്യാമറ ഇല്ല, എന്ത് വേണമുണ്ടല്ലേ. ഈവൻ വിസിൽ ബ്ലോവേഴ്സ് വരെ വന്നിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും എന്തൊക്കെ ചെയ്തിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ, അല്ല ഉണ്ടോ, ഇല്ല ഇനി ഉണ്ടാകുമോ, ഒന്നും അറിയില്ല. അതുപോലൊരു ഇതാണ് ഇതും. എന്നാൽ സിനിമകൾ ഉണ്ടാവുന്നുണ്ട്, ആക്ടേഴ്സ് ഉണ്ടാവുന്നുണ്ട്, ആക്ട്രസസ് ഉണ്ടാവുന്നുണ്ട്, പുതിയ പുതിയ ഡയറക്ടേഴ്സ് ഉണ്ടാവുന്നുണ്ട്, എല്ലാം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതിലിപ്പം ആരെ പോയി കൊളുത്താനാണ് നോക്കുന്നത്, ഇല്ലെങ്കിൽ ആരെ പോയിട്ടാണ് എൻറ്റൈസ് ചെയ്യാൻ നോക്കുന്നത്? ഡയറക്ടറാണോ പറയുന്നത് അല്ല ഇപ്പൊ ഡയറക്ടറാണോ പ്രൊഡ്യൂസറാണോ പറയുന്നത് ദാറ്റ് ഐ നീഡ് യു എന്ന്? ഇല്ല ആക്ടേഴ്സ് ആണോ പോയി, അല്ലെങ്കിൽ ആക്ടർ തന്നെയാണ്? ഇപ്പൊ രണ്ട് സൈഡിലും ഉണ്ടല്ലോ, they swing both ways, right? So I'm classifying actor and actors as actors. അവരാണോ പോയി പറയുന്നത് that I am available for anything എന്നുള്ളത്? അപ്പൊ അതുപോലെ ഇതിലും എന്തുകൊണ്ട് നടന്നൂടെ? ഇപ്പൊ ഒരു പൊളിറ്റീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ വെരി പവർഫുൾ പോസ്റ്റ് ആണ്. അപ്പൊ അതിൽ ഒരുത്തര് പോയി പറയുന്നു ഇന്ന് ഐ എം അവൈലബിൾ, പക്ഷെ എനിക്ക് ഈ കാര്യം ചെയ്തു തരണം. Then it is all to blame for the politician. അപ്പോഴത്തേക്കും ഹാഷ്ടാഗ് വരും, #MeToo. സോ അന്നേരം ഇതിന്റെ അകത്ത് വിനോദ് പറഞ്ഞൊരു പോയിന്റ് ഞാൻ വീണ്ടും തിരിച്ചു വരും. അന്നേരം ഇതിന്റെ അകത്ത് ഹീസ് എൻ MLA, ഹീസ് ഡൂയിങ് തിങ്സ്. അന്നേരം ഇതിന്റെ അകത്ത് അതിന്റെ ഒരു പോയിന്റ്, ഇപ്പൊ MLA അല്ലെങ്കിൽ okay and he did something, why doesn't it get mileage? Yeah, because my reasoning is there is no one to അത് വിളിച്ചെടുത്ത് കാണിച്ച് അത് ഇഷ്യൂ ആക്കാൻ ഒരാൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഈ പബ്ലിക് ലൈഫിൽ വരുന്ന എല്ലാവർക്കും they usually have a competitor or a nemesis or a rival who's always ready to pull them down, be it a president or an MLA so you think they are sitting silent? No, we may not see it. അവിടെ ഇരിക്കുന്ന അവിടത്തെ MLA ഓപ്പോസിറ്റ് MLA ആയിട്ട് മത്സരിച്ച ആൾക്കാണ് ബിഗസ്റ്റ് അഡ്വാൻറ്റേജ് if this guy goes down, right? We never see some of the work which happen behind the things when someone in powerful positions, when their private things get aired. Obviously it is leaked, right? Someone has leaked it. ഞാൻ പറഞ്ഞ നേരത്തെ പോയിന്റ്, ബിക്കോസ് ഹീസ് എൻ MLA, എവരിവൺ ഈസ് ആഫ്റ്റർ ഹിം. സിമ്പിൾ ഒരു പാർട്ടി വർക്കർ ആൻഡ് ആ കാര്യമാണെങ്കിൽ nobody will bother. Nobody will care about it. That is there. അല്ല അപ്പൊ ഇത് ഡയറക്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് കുറച്ച് ഉയരങ്ങളിലുള്ള ഒരാള്, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സോർട്ട് ഓഫ് എനിമിറ്റി ഉള്ള ഒരാള്, ഓക്കെ, അങ്ങനെയുള്ള ഒരാൾക്കേ ഉള്ളൂ. പക്ഷെ ഇത് ലേഡീസ് ഇപ്പം ഓൾമോസ്റ്റ് ജെൻഡർ ഇക്വാലിറ്റിയുടെ കാര്യമാണ്. നമ്മൾ പലയിടത്തും വി ഓൾസോ പ്രാക്ടീസ് വാട്ട് വി പ്രീച്ച്. അപ്പം പല രീതിയിലും ദേ ആർ ബ്രേക്കിംഗ് ദി ഗ്ലാസ് സീലിംഗ് ആൻഡ് ഗോയിങ് അപ്പ്. പക്ഷെ ലേഡീസിനൊന്നും ഇങ്ങനെയുള്ള ഒരു ഇതും ഇല്ല. സോ ഡോണ്ട് they are not interested, or they don't involve in any of these things, or they are least bothered. You mean to say only men get the brunt of the whole? Yes. Actually that's a good question. I want to ask this. Is it men who are obsessed with the news of sex scandal, or women also get the same pleasure of knowing the sex scandal? We are 4 men here, so I would have really liked to know ഈ സ്കാൻഡലിനെ കുറിച്ച് വായിച്ച് ആ ഒരു ഡോപ്പമീൻ എഫക്റ്റ് കിട്ടുന്നത്, is it a more of a male thing, or is it also female? I don't know. That's a question mark if we ever have a female guest on the podcast. Comments please. Audience, comments please. Because see, there is this common misunderstanding that even adult videos, men get more pleasure from it than women does, right? The fact that of the nudity or the adult movies, there is a stereotype that it is directed for men. അല്ല അത് ഒരു നേച്ചറിന്റെ ഒരു ഇത് അവര്
പറഞ്ഞു കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, പറഞ്ഞു കേട്ടിട്ടുള്ളതല്ല, ഐ മീൻ വി ആസ് എ മെൻ ക്യാൻ ഫോർ ഷോ വൗച്ച് ദാറ്റ് വി ആർ മോർ ഓഫ് എ വിഷ്വൽ പേഴ്സൺ. നമുക്ക് മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് പുകച്ചെടുക്കാനൊന്നും പ്രോബ്ലി വി ആർ നോട്ട് ദാറ്റ് correct. കേപ്പബിൾ, ആൻഡ് വിമൻ ഹാവ് ബീൻ ദിസ് തിങ്. നമ്മൾ ക്രിയേറ്റിവിറ്റി സൈഡിലോട്ടൊന്നല്ല ഞാൻ പോകുന്നത്, പക്ഷെ മെൻ ആർ പ്രിഡോമിനന്റ്ലി മെയ്ഡ് ആസ് എ വിഷ്വൽ കൈൻഡ് ഓഫ് എ തിങ്. സെൻസറി എഫക്ട്സ് എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. അതല്ലേ നമ്മള് മനസ്സിൽ ചിന്തിക്കുമ്പോ എന്നാ ചിന്തിക്കുന്നത്? ഒന്നുമില്ല, Not ലിറ്ററലി ഒന്നുമില്ല, ഒന്നും ഉണ്ടാവില്ല നമ്മുടെ തന്നെ. അതേസമയം പക്ഷേ not emotional. women may not be that. correct. I think coming to Tom's point, how do men see this and women see this? In your opinion, my viewpoint is, I think both think in different way. Now let's take the case of women. Women, my understanding is they like to gossip. So they will like to listen to this talk. ഓ അവൻ ഇങ്ങനെയാണല്ലോ, അവൻ ഇങ്ങനെയാണ്, അങ്ങനെ ഒരു മോശമായിട്ടുള്ള രീതിയിലുള്ള ടോക്ക് ആയിരിക്കും. ഹൗ വിൽ മെൻ തിങ്ക്? നമ്മൾ Like what you're thinking in this podcast. അവൻ ചെയ്യും, അവൻ മിടുക്കൻ, അങ്ങനെ നമ്മൾ അങ്ങനെ സൈക്കോളജിയാണ്. ഇപ്പം ഒരാണ് പോയിട്ടൊരു ഇഫ് ഹി ഗോസ് ആൻഡ് സ്ലീപ്സ് വിത്ത് 10 വിമൻ, നമ്മൾ എന്താ പറയുന്നത്? ഓ അവൻ പുലിയ മിടുക്കനാ. പക്ഷെ ഒരു പെണ്ണ് പോയി 10 ആണുങ്ങൾക്ക് പോയി കിടന്നാലോ എന്ത് പറയുന്നത്? She's a ഷീസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ട്. So how we look at it and how women look at it is two different angles. How they perceive and all that is also totally different. നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ആള് കൊള്ളാം, ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. ഏയ് ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നേ ഇല്ല, ഞാൻ നല്ല കുട്ടിയാ. ഞാൻ പറയാം, ജനറലി എല്ലാ മിക്ക ആണുങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ തിങ്ക് ചെയ്യും. അവൻ ഭാഗ്യവാൻ, അവൻ എന്ത് ഭാഗ്യവാൻ എന്നായിരിക്കും നമ്മൾ എന്താ പറയാ മനസ്സിൽ പറയുന്നത്. എക്സാക്ട്ലി. അത് ഇപ്പൊ നമ്മൾ ആൻഡ്രൂ ടേറ്റിന്റെ ലൈഫ് എടുത്താലും വാട്ട് എവർ ഇറ്റ് ഈസ്, ഇപ്പൊ പുള്ളി എല്ലാം പറഞ്ഞ ഹീൽ ഹാവ് മൾട്ടിപ്പിൾ വുമൻ ഹാവിംഗ് മൾട്ടിപ്പിൾ ചിൽഡ്രൻ. ഹി ഈസ് ലൈക്ക് ദാറ്റ്. He's like, I don't care. I want to have multiple women because he's not in a seat of power. He is just a social media influencer. So Vinod, അവിടെ ഒരു ക്വസ്റ്റ്യൻ. സോ അപ്പൊ ഈ വിക്ടിമിന്റെ പോയിന്റ് ഓഫ് വ്യൂ തിങ്ക് ചെയ്താൽ എങ്ങനെയായിരിക്കും? അതാണ് ഇപ്പൊ നേരത്തെ ശ്രീ റേസ് ചെയ്ത ഇഷ്യൂ ഉണ്ട്. ആ പോയിന്റിൽ വന്നതിൽ വിമൻ ആർ ഓൾവേസ് സീൻ ആസ് ദ വിക്ടിം. ദാറ്റ്സ് വാട്ട് ഐ വാസ് ഓൾവേസ് സെയിങ്. ഇറ്റ് ടേക്സ് 2 to tango. അപ്പം ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മുടെ ഇന്ത്യൻ ലോയില് you are not supposed to reveal the woman's name, her profession, her address, zero, nothing you're not even supposed to show. Whereas the men, you can share their name, their family, their address, everything you can disclose. Even to the point of ഈ കേസ് നടന്നു കഴിഞ്ഞ് ലെറ്റ്സ് സേ ഇത് കള്ളക്കേസാണെന്ന് കണ്ടുപിടിച്ച് ആ ഫീമെയിൽ അല്ലെങ്കിൽ പെണ്ണിന് അനുകൂലമായിട്ട് കേസ് വന്നാൽ പോലും you are not supposed to reveal the name. മീൻസ് ആ കേസ് കള്ളക്കേസാണ് വന്നത്, ആണ് ആക്ച്വലി ഇന്നസെന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഈവൻ ദെൻ ഓൾസോ യു ആർ നോട്ട് സപ്പോസ് ടു റിവീൽ ദ നെയിം. അത് എന്തുകൊണ്ട് കോർട്ട് പറയുന്നതിന്റെ മെയിൻ എക്സ്പ്ലനേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൊസൈറ്റിയിൽ ഇപ്പോഴും ആ സ്റ്റിഗ്മ ഉണ്ട് ദാറ്റ് വിമൻ ആർ സീൻ ആസ് എ ലോവർ സെക്സ് എന്നുള്ള ഇന്ത്യൻ സൊസൈറ്റിയിൽ. സോ ഇത് കഴിഞ്ഞിട്ട് പോയാലും വെദർ അനുകൂലമായിട്ട് വന്നാലും പ്രതികൂലമായിട്ട് കേസ് വന്നാലും അൾട്ടിമേറ്റ്ലി എല്ലാവരുടെ ഉള്ളിൽ ആ പെണ്ണ് ഇങ്ങനെ എന്നൊക്കെയുള്ളൊരു ഫീലിംഗ്, അത് ഫ്യൂച്ചറിൽ അവരുടെ കരിയർ, അവരുടെ സൊസൈറ്റിയിലുള്ള സ്റ്റാൻഡിങ് പല രീതിയിലുള്ള എഫക്ട്സ് വരുമെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് കോർട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് പലരും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഐ അഗ്രി വിത്ത്. So Vinod, ഇതാണ് biggest point why Kerala or Malayalis are obsessed with this. Exactly this point. കാരണം in Western countries, sex has evolved. Sex is a more acceptable topic of discussion. Sex is not a taboo anymore. Okay, whereas in Kerala, this is the beauty and curse of Kerala. Okay, highly literate community, but sex is not discussed. Usually when you become highly literate, highly educational, you evolve in your broadness, your open-mindedness, and sex also, those topics also become widely discussed. Kerala is in a path where you are highly educated, you know all the information you want, but sex is taboo. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസൻ സി എഡ്യൂക്കേഷൻ ആൻഡ് കോമൺ സെൻസ്, യുവർ എവല്യൂഷൻ ഓഫ് യുവർ മൈൻഡ് ഇസ് ഡിഫറെന്റ്. നമ്മൾ നേരത്തെ ടോം ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്മുടെ മോണിക്ക ലെവിൻസ്കി, ബിൽ ക്ലിന്റൺ കേസ്. ഡു യു നോ വാട്ട് മോണിക്ക ലെവിൻസ്കി ഇസ് നൗ? ഷീ ഈസ് നൗ വർക്കിംഗ് ഫോർ എ ബിഗ് കമ്പനി. ഷീ ഈസ് ഡൂയിങ് ബുക്ക്, ഷീ ഈസ് റിട്ടൺ എ ബുക്ക്,
She does interviews. She is like a celebrity. Yeah. Even now, if you search, you can see her interviews. She's working for some top companies and all. So maybe that society over there, they don't have that kind of societal taboo for women. Agreed. Whereas ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ആണ്. നമ്മുടെ സൊസൈറ്റി Correct. ടാബൂസ് ആർ ഡിഫറെന്റ്. I think that is why this is it's like a cyclone and a whirlwind in Kerala. It is never ending cycle. You can get sucked into it. കാരണം ഇത് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാ, പക്ഷേ ക്ലോസ്ഡ് ഡോറിൽ ഇരുന്ന് സംസാരിക്കാനേ എല്ലാവർക്കും താല്പര്യമുള്ളൂ. അതെ അതെ അതെ. സോ അത് ഇൻ വെസ്റ്റേൺ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ താമസിച്ച ഞാനും ശ്രീയും ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റിയിൽ it is kind of given to accept a girl you're going to marry would have at least had 10 to 15 boyfriends by the time they are ready for marriage. correct. The fact that she's left with how many number of men is irrelevant. Correct. You know, when she is ready to commit and when she is ready to say okay I do, then so be it. That's it. Past is past. So പക്ഷേ you don't have that same acceptance in Kerala or അറിയില്ല. നമ്മൾ ജെൻസിയെ കുറിച്ച് ഒരു കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചു. when the time of Gen Z comes, will that change? We don't know. പക്ഷെ നമ്മുടെ ജനറേഷൻ ഇപ്പോഴും ഗേള് പുണ്യവതിയാ, വെർജിന, മാലാകയാ എന്നുള്ള അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ സൊസൈറ്റിയാണ്. ഇപ്പൊ നമ്മുടെ നമ്മുടെ ഒരു ഫൈറ്റർ ജെറ്റ് പോലും ഫസ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന മുമ്പ് നമ്മൾ പൂജ ചെയ്ത് നാരങ്ങ വെച്ചൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ISRO റോക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ പൂജയൊക്കെ ചെയ്തിട്ട് അത് എന്തെന്ന് പറഞ്ഞാൽ ആ സൊസൈറ്റിയിൽ ആ പഴയ നമ്മൾ വി ആർ സ്റ്റിൽ ഇൻ ദാറ്റ് I don't want to call it trap, but Tradition. it is our traditions. It's our traditions, exactly. So നമുക്കത് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു അത് ആരെടുത്താലും നമ്മൾ ക്രിസ്ത്യൻ എടുത്താലും ഹിന്ദു എടുത്താലും നമ്മുടെ ഇപ്പൊ എനിക്കറിയത്തില്ല ആ ഒരു പോയിന്റ് ശരിയാണ്. നമ്മൾ ഒരു അമ്പലത്തിൽ മുമ്പോടെ പോകുമ്പോ ഇങ്ങനെ കാണിച്ചോ അല്ലെങ്കിൽ ഒരു കുരിശ് വരച്ചിട്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ട് പോകും. എനിക്കറിയാം ഇപ്പൊ നമ്മുടെ പള്ളിയിലെല്ലാം പലരും വണ്ടി വാഹനം വാങ്ങുമ്പോൾ ഉടനെ പോയി അച്ഛനെ കൊണ്ടുപോയിട്ട് ഒന്ന് ബ്ലസ് ചെയ്യണം, അല്ലെങ്കിൽ പാസ്റ്ററിനെ കൊണ്ടൊന്ന് ബ്ലസ് ചെയ്യണം. അതൊരു കൈൻഡ് ഓഫ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അത് ചെയ്തില്ലല്ലോ, അത് ചെയ്യാത്തോണ്ട് ഇനിയും ഒരു ആക്സിഡന്റ് പറ്റണ്ട, ആ ഒരു ചിന്താഗതി. അപ്പൊ നാരങ്ങ ആ റഫേലിന്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചതുകൊണ്ട് റഫേലിന് വല്ല എന്തെങ്കിലും പ്രത്യേക പവർ വല്ലതും കൊണ്ട് ഇല്ല. റഫേലിന്റെ ആ കറക്റ്റ് മെക്കാനിസവും ആ മെക്കാനിക്ക് പ്രോപ്പറായിട്ട് എന്തെങ്കിലും ചെയ്തില്ലേ തീർന്നു, അത്രേ ഉള്ളൂ. ആ നാരങ്ങ വന്നിട്ടൊന്നും സഹായിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇറ്റ് ഇസ് അവർ മൈൻഡിൽ ഒരു മൈൻഡ് സെറ്റ് ആണ്, അത് ചെയ്താൽ എല്ലാം ശുഭം, ആ ഒരു ഇതുണ്ട്. അത് വി ആർ സ്റ്റിൽ ഇൻ ദാറ്റ്. പക്ഷെ വെസ്റ്റേൺ സൊസൈറ്റീസ് ദേ ഹാവ് ഗോട്ട് ഔട്ട് ഓഫ് ദാറ്റ്. അതാണ് ഡിഫറൻസ്. ഇറ്റ് ടേക്സ് ഓവർ ഇയേഴ്സ് ഓഫ് അങ്ങനെയുള്ള ഒരു ആചാരങ്ങള് ഫൈൻ, പക്ഷെ ചില ആചാരങ്ങൾ നമ്മളൊന്ന് മാറ്റി പിടിക്കാൻ വേണമല്ലോ. അതെ അതെ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ഈ സൊസൈറ്റൽ ടാബൂസിനെ പറ്റി, അല്ലെങ്കിൽ സൊസൈറ്റൽ ടാബൂസ് എന്ന് പറയണ്ട, സൊസൈറ്റിയിലുള്ള കുറെ ട്രഡിഷൻസും അതിന്റെ കുറെ ചെയിൻസ് വി ആർ സ്റ്റിൽ ഓൺ ടു ദാറ്റ്. അപ്പം വിമനെ പറ്റിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആ വിമൻ ആർ സപ്രസ്ഡ് എന്നുള്ള ഒരു ഇതുണ്ട് എന്ന് പറയാം സൊസൈറ്റിയിൽ. ആ ഒരു പേരുണ്ട് ഫോർ വിമൻ. ലൈക്ക് ഐ സെഡ്, ഒരു ആണ് പോയി 10 പെണ്ണുങ്ങൾ പോയി കിടക്കുന്നതും ഒരു പെണ്ണ് പോയി 10 ആണുങ്ങൾ കിടക്കുന്നത് കാണുന്നത് ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. എടാ ഇപ്പൊ ഈ നമ്മുടെ ഈ രാഹുലിന്റെ കേസ് എടുത്താൽ അതിനകത്ത് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നുന്ന ഒറ്റൊരു കാര്യമുള്ളൂ. അതായത് ഏത് രാഹുലാണ്? രാഹുൽ ഈശ്വറാണോ രാഹുൽ മാങ്കുട്ടി? 2 രാഹുൽ. മാവ്. അതായത് പുള്ളി അങ്ങോട്ട് പോയി ഹീസ് ഓഫറിംഗ് ടു മാരി വുമൺ, ഒരു മാരേജ് ട്രാപ്പിലൂടെ ഹീസ് ട്രാപ്പിംഗ് വുമൺ എന്നുള്ള ഒരു ഇത് കേട്ടു. അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഐ ഹാവ് സീൻ പീപ്പിൾ ഡിസ്കസിങ് അബൌട്ട് ലൈക്ക് ദാറ്റ്. സോ അപ്പോൾ അത് ട്രൂ ആണെങ്കിൽ ദാറ്റ് ഈസ് ഒരു ഒഫൻസ് ആണെന്നുള്ളതാണ് എന്റെ പോയിന്റ്. അതെ അതെ. പക്ഷെ എനിക്ക് അവിടെ ഡിസഗ്രി ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ റേപ്പ് എന്നായിരുന്നു. സോ അതെനിക്കറിയില്ല. റേപ്പ് അത് കഴിഞ്ഞിട്ട് അത് 2-3 ടൈംസ് ഒരാള് പിന്നെ പോയി കണ്ട് റേപ്പ് നടക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഇത് കേസ് തിരിഞ്ഞു മറിഞ്ഞൊക്കെ ഇത് അതിനോട് ഐ ഡോണ്ട് അഗ്രി വിത്ത്. അതാണ് കാരണം ഈ മീഡിയയിൽ വരുന്ന ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് അവര് പ്യുവർലി എന്റർടൈൻമെന്റിനും വേറെ ഫാക്ടേഴ്സിനും വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ ദ റിയാലിറ്റി മേ ബി ദ കോർട്ട് ഡിസൈഡ്. എക്സാക്ട്ലി ദ പോയിന്റ്. ഇപ്പൊ ഇങ്ങനെ ഒരാള് ഒരു പവർഫുൾ പൊസിഷൻ, അതായത് ഒരു പൊളിറ്റിക്കൽ പൊസിഷനിൽ പവർഫുൾ ആയിട്ട് ഇരിക്കുന്ന ഒരാള്, ഐ അഗ്രി ദാറ്റ് ഇഫ് അതൊരു ഹീനിയസ് ക്രൈം ആണ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാല് തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. അതിനൊരു 2 അഭിപ്രായമേ ഇല്ല. രണ്ടെന്ന് വേണ്ട,
അഭിപ്രായമേ ഇല്ല. ഇറ്റ്സ് എ വേർഡിക്ട് ഓഫ് കോർട്ട് ഹോൾസം. അതെ അതെ പക്ഷെ അതിനു മുമ്പേ ഈ ഇലക്ഷനൊക്കെ സമയത്ത് ഈ ഇലക്ഷന്റെ മുമ്പ് ഒരു സംഭവം നടക്കുമല്ലോ, എന്താണ് എക്സിറ്റ് പോൾ അല്ല, അതിന് മുമ്പ് ഒരു സംഭവം നടക്കുമല്ലോ, ഈ എല്ലാവരുടെയും ഒപ്പീനിയൻ പോൾ. ഒപ്പീനിയൻ പോൾ പോലെ. ഇത് അതുപോലെയാണ്. നാട്ടുകാരെ മുഴുവൻ പറഞ്ഞ് പ്രകോപിപ്പിച്ച് ഇവൻ ചിലപ്പോ ഞാൻ ഇവനെ ഇതാക്കാനൊന്നല്ല, പക്ഷെ ഞാനൊരു ഐഡിയോളജിക്കൽ സിറ്റുവേഷൻ, ഇവൻ ചിലപ്പോ എല്ലാം നല്ല ചമഞ്ഞ് നടന്നായിരിക്കും എങ്ങനെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ. വാട്ട് ഇഫ് ഞാനൊരു കോൺസ്പിറസി തിയറി കൊണ്ടുവരാൻ നോക്കാന്ന് വെച്ചാൽ, ബീങ് എ ഡെവിൾസ് അഡ്വക്കേറ്റ്, ചിലപ്പം ഓപ്പോസിറ്റ് പാർട്ടി വന്നിട്ട് ഹിയർ ഐ ആം, പക്ഷെ എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞാല് ഇവൻ ചിലപ്പോ ഒരു ഫീബിൾ മൈൻഡ് ആയിരുന്നിരിക്കും, ആൻഡ് യു വുഡ് ഹാവ് ഗോൺ ഫോർ ഇറ്റ്. പക്ഷെ അതൊരു ഹാബിച്വൽ, അങ്ങനെ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആയി എന്ന് വെച്ചോ, ഹി ഈസ് അറ്റ് ഫോൾട്ട്. പക്ഷെ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിനുണ്ടെങ്കിൽ, പക്ഷെ പുള്ളിക്കാരന്റെ സ്വന്തം പാർട്ടിയിലുള്ള ഫീമെയിൽ വർക്കേഴ്സും ദേ ആർ all against him എന്നുള്ളതാണ് അതിനകത്തെ ഫാക്ടർ. See, ഇന്നത്തെ against, you have to define what is crime. ക്രൈം റേപ്പ് അല്ല. ക്രൈം എന്ന് പറയുന്നത് വിമനെ അല്ല. ഇവന്റെ കേസിൽ റേപ്പ് അല്ല പ്രോബ്ലം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവന്റെ കേസിലെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഹീസ് ഇൻവൈറ്റിംഗ് വുമൺ ടു മാരി ഹിം എന്ന് അവരെ ട്രാപ്പിലോട്ട് ആക്കുന്നു. ദെൻ അത് ലേറ്റർ ഓൺ ആണ്, ലേറ്റർ ഓൺ. പക്ഷെ ഫസ്റ്റ് അലിഗേഷൻ ചെയ്യുന്നുണ്ടോ? ഫോഴ്സ്ഫുള്ളി അല്ല. കോർ ഓഫ് ദ കേസ് ഇസ് റേപ്പ്. Okay. അതാണ് പറയുന്നത്. യൂഷ്വലി ഇൻ മോസ്റ്റ് സിവിലൈസ്ഡ് കൺട്രീസ് ഒരു സിറ്റിംഗ് MLA ആണെങ്കിൽ കൂടെ തന്നെ ഇതിനകത്ത് ആക്ച്വലി ഡിഫറെന്റ് വിക്ടിംസ് ഉണ്ട്. അപ്പൊ ഡിഫറെന്റ് ആൾക്കാരുടെ സ്റ്റോറി ഇസ് ഡിഫറെന്റ്. സോ അപ്പൊ അതിൽ ഏതാണ് റേപ്പ് ഏതാണ് റേപ്പ് അല്ലാത്തത് കോർട്ട് ഹാസ് ടു ഡിസൈഡ്. It has to court to decide. Like this is where ഇപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം നമ്മളും അവനും സെയിമാ. നമുക്ക് എല്ലാവർക്കും മോറൽ ഒബ്ലിഗേഷൻസ് ഉണ്ട്. നമ്മൾ ഒരാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഇടപെടുമ്പോൾ എന്തോ ചെയ്യല്ലേ എന്നുള്ളത് ഈസ് കൺസെന്റ് ഈസ് എ യൂണിവേഴ്സൽ തിങ്. അന്നേരം അത് അവനോ ഇവനോ ബാധകത്തിന് ഡിഫറൻഷ്യാലിറ്റി ഇല്ല. എവരിബഡി ഈസ് ദ സെയിം. സോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ the thing is police case and kodadi, and it has to happen, investigation has to happen, and he has, and when that happens, usually in most countries, if a sitting MLA anengi, he will still sit as an MLA until he is proven guilty. Correct. അതെ. ഇതിപ്പോ എൻ്റെ ഒരു റിലേറ്റീവ് ഒരു പൊളിറ്റീഷ്യൻ ഒരു അങ്കിൾ പറഞ്ഞൊരു പോയിന്റ് ആണ്. ഇങ്ങനെയുള്ള കുറെ കേസ് പുള്ളി പറഞ്ഞൊരു പോയിന്റ്, നമ്മളെല്ലാം വി ഓൾ ട്രൈ ടു ബി ദാറ്റ് എന്താ പറയാ മാലാക്കന്മാരോ അല്ലെങ്കിൽ പുണ്യാളന്മാരാവണം എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ബിലീഫ് ദാറ്റ് നമ്മൾ അങ്ങനെ ആവത്തില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ മനുഷ്യരും എല്ലാ തിങ്കിങ് എല്ലാം സെയിം ആണ്. വെദർ ഇറ്റ് ഇസ്, ഇപ്പൊ പുള്ളി പറഞ്ഞൊരു എക്സാമ്പിൾ, ഒരു അപ്പന് കൊച്ചുമോന് TV കാണുന്നു, സിനിമ കാണുന്നു, ഒരു സെക്സ് സീൻ വന്നു, all three will be thinking the same thing. You cannot think that your father is thinking different or your son is thinking different or the grandson is thinking different. അങ്ങനെ ഒരു എല്ലാം ഈ മൂന്ന് ആണുങ്ങളുടെ ഉള്ളിൽ സെയിം തോട്ട്സ് വരും, സെയിം അട്രാക്ഷൻ ഫീൽ ചെയ്യും. സോ ബട്ട് വി ഓൾ ഹാവ് ദാറ്റ് നമ്മളെന്തോ വലിയൊരു നല്ലവരാണ്, അതെന്താ വൃത്തിയാണ്, എന്താ അത്, കണ്ണടക്കടാ, എന്തോ ചാനൽ മാറ്റടാ, ഇതൊക്കെയാണ്. പക്ഷെ എല്ലാത്തിനും ഇൻട്രസ്റ്റ് ഉണ്ട്, മനസ്സിലായില്ല? അത്രേ ഉള്ളൂ ബേസിക്. ഇതിലെ എവരിവൺ ഹാസ് എ സെയിം ഇൻട്രസ്റ്റ് ആൻഡ് അട്രാക്ഷൻ ഫോർ ബേസിക് ഇൻസ്റ്റിങ്ക്ട്. അല്ല സി ആ ഒരു പോയിന്റിൽ അത് അവിടെ നിൽക്കണം, മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെ ഇട്ട് ഒരു മീഡിയ ചാനലിന് ഇങ്ങനെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇതൊരു 7-8 ദിവസത്തെ ഭക്ഷണമാണ്. വെട്ടി മുറുക്കി കഷ്ണമാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക. ഓരോ ദിവസവും ഓരോ പീസ് എടുത്ത് വെച്ചിട്ട് ഇന്ന് ഇതാണ്, ഇന്ന് ഇതാണ്. പക്ഷെ എല്ലാ സംഭവം എന്താ, ഒരിടത്തുനിന്ന് വന്ന മാംസമാണ്. ഹോട്ടലിലെ പോലെ രാവിലെ കറി ഉണ്ടാക്കും, അത് ആ കറി എടുത്ത് ഉച്ചയ്ക്ക് റോസ്റ്റ് ആക്കും, രാത്രിയാകുമ്പോൾ അത് ഫ്രൈ ആവും. അവർക്ക് നന്ദിയുണ്ട്, ആൾക്കാർക്ക് എന്താ ഭക്ഷണം വേണ്ടേ? ആൾക്കാർക്ക് മിച്ചം വരുന്ന ഗ്രേവി ആണെങ്കിൽ കലക്കി എടുത്തിട്ട് സാമ്പാറിൽ എന്താ പറയാ മറ്റേ ദോശ. അപ്പൊ രാവിലെ ആകുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, അപ്പൊ എല്ലാവരും റെഡിയാക്കി വെക്കുന്ന ആൾക്കാർക്ക് വേണ്ട. അല്ല, ഇതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ടാണ് ഈ പറയുന്ന പോലെ രാഹുൽ ഈശ്വർ പോലെയുള്ള ആളുകൾ ട്രൈ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ #MeToo പകരമായിട്ട്
ഇവരെല്ലാം തുടങ്ങിയിട്ടുള്ള മെൻ ടു എന്ന് പറഞ്ഞൊരു ഹാഷ്ടാഗ് ഉണ്ട്. നമുക്ക് ആർക്കും അത് അറിയത്തില്ല, പക്ഷെ ദാറ്റ് ഇസ് ഓൾസോ ഹാഷ്ടാഗ് മെൻ ടു എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞാൽ ഫോൾസ്ലി അലിഗേഷൻ വരുന്ന ആണുങ്ങൾ. പക്ഷെ ഇതിനകത്ത് പ്രശ്നം എന്താ പറഞ്ഞാൽ ഈ രാഹുൽ ഈശ്വറിന്റെ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ വെന്റ് ഓവർ ബോർഡ്. മനസ്സിലായില്ല, നമ്മൾ ഒരു ഓവർ ബോർഡ് എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ മറ്റേ നിങ്ങൾക്ക് അറിയത്തില്ല, മറ്റേ സവാദ് എന്നുള്ള ഒരു കേസ് അറിയാം, മറ്റേ ബസ്സിലുള്ള ഒരു കുൽസതം ചെയ്ത ഒരു അറിയാമോ? ആരും അറിയാമോ? എനിക്കറിയില്ല. വലിയൊരു ഇഷ്യൂ ആയിരുന്നു അത്. അപ്പൊ സവാദ് എന്നൊരു ആള് സാധാരണക്കാരൻ, ഇതൊന്നും വലിയ സെലിബ്രിറ്റി ഒന്നുമില്ല. ഈ ആൾ എല്ലാ ഫാസ്റ്റ് പാസഞ്ചറിൽ ബസ്സിൽ കയറും, പെണ്ണുങ്ങളുടെ അടുത്ത് ഇരിക്കും, എന്നിട്ട് ആശാന് അൺസിപ്പ് ചെയ്ത് കുറെ ആക്ടിവിറ്റീസ് പുള്ളി ഈ പെൺകുട്ടികളെ കാണിക്കും. പല പെൺകുട്ടികളും മിണ്ടാതിരുന്ന് അവരങ്ങ് ഒന്ന് പറയും. ഒരു പെൺകുട്ടി ആ വീഡിയോ എടുത്ത് ഇതിനകത്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു. എന്നിട്ട് ഈ റേസ് ദ ഇഷ്യൂ അറ്റ് ദ സെയിം ടൈം. ആൻഡ് കണ്ടക്ടർ ഒന്ന് ആളിനെ ചേസ് ചെയ്തിട്ട് പോലീസെല്ലാം ചേസ് ചെയ്ത് പിടിച്ച് അവനെ കോടതിയിലാക്കി ജയിലിലൊക്കെ ആക്കി എല്ലാം സംഭവമാക്കി. അപ്പൊ എല്ലാവർക്കും അപ്പൊ ഈ ഒരു കേസ് പൊതുവെ എല്ലാവരും നാച്ചുറലി സവാദിനെതിരായിരിക്കും നാച്ചുറലി. പക്ഷെ ഇവന് പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്ക് ഈ മെൻസ് കമ്മീഷന് ഈ രാഹുൽ ഈശ്വറൊക്കെ ഇവന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. അപ്പൊ അവിടെ എന്ത് പറ്റുന്ന പറഞ്ഞാൽ ഹി ഗോസ് ഓവർ ബോർഡ്. You have to pick your fight. What if that guy is actually having any mental disease? I mean, ഇത് ഒരു കൈൻഡ് ഓഫ് പ്ലഷർ സീക്കിംഗ് ഇതല്ലേ, ഒരു പബ്ലിക് എക്സിബിഷനിസം എന്ന് പറയുന്നത്. അത് വല്ല ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് if he has any mental trauma. അതെ, പക്ഷെ ഇവിടെ പ്രശ്നം പറ്റുന്ന ഈ രാഹുൽ ഈശ്വർ പോലെയുള്ള ആളുകൾ ഇവർ കുറെ ഒരു മൂവ്മെന്റ് തുടങ്ങുമ്പോൾ എല്ലാ വള്ളിയിലും കയറി പിടിക്കരുത് നമ്മൾ പറയത്തില്ല. അല്ലെ, ഫൈറ്റ് ദ ബാറ്റൽസ് ദാറ്റ് യു ക്യാൻ വിൻ, അല്ലെ, ഓർ പിക്ക് യുവർ ഫൈറ്റ്സ് എന്ന് പറയുന്ന പോലെ. ചുമ്മാ എല്ലാത്തിലും കൊണ്ട് തലയിടരുത്. ഇങ്ങനെയുള്ള കേസസ് ഡോണ്ട് ഗെറ്റ് ഇൻവോൾവ്. അപ്പോഴത്തെ എന്ത് പറ്റും, ഇതിന്റെ വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റിന്റെ വാലിഡിറ്റി ഓർ സംതിങ് യു ക്യാൻ സേ ഇറ്റ് വിൽ ലൂസ് ദാറ്റ്, എന്താ പറയാ, ആ ഒരു സപ്പോർട്ട് വരുന്നത്. എക്സാക്ട്ലി, അത് പോകും. അപ്പൊ എല്ലാവരും എക്സാക്ട്ലി. അപ്പൊ ആ ഒരു പ്രശ്നമാണ് ഈ രാഹുൽ ഈശ്വറിന് പറ്റിയത്. പുള്ളി കയറി അങ്ങ് ഓവർ ബോർഡായിട്ട് ന്യൂട്രലായിട്ട് നിൽക്കായിരുന്നു. രാഹുൽ മങ്കട്ടത്തിൽ കേസ് വരട്ടെ, ഈ കോടതിയിൽ ഇത് വന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം, നമുക്ക് ഇതിനു വേണ്ടി അന്വേഷിക്കാം, നമുക്ക് ഇതിനു വേണ്ടി സ്റ്റാൻഡ് ചെയ്യാം. പക്ഷെ പുള്ളി എന്ത് ചെയ്ത് എടുത്തിട്ട് പുള്ളി ഫേസ് ഒന്നും കാണിച്ചിട്ടില്ല. അത് ഇറ്റ്സ് ആക്ച്വലി റോങ് ടു സേ. പുള്ളി പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചു, ഒന്നും കാണിച്ചിട്ടില്ല. ഒരു AI പിക്ചർ പുള്ളി ഉണ്ടാക്കിയിട്ട് കാണിച്ചു. എന്നിട്ട് പക്ഷെ മിസ്ലീഡിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തു. അതായത് ഈ പെൺകുട്ടി ഏത് ചാനലിൽ വർക്ക് ചെയ്യുന്നു, എങ്ങനെയാണ്, എന്താണ്, ഇന്ന കല്യാണത്തിൽ ഇന്ന രാഷ്ട്രീയക്കാരെ ഇന്ന കല്യാണത്തിൽ പങ്കെടുത്തു. അപ്പൊ നമ്മൾ ആ രാഷ്ട്രീയക്കാരന്റെ ഫേസ്ബുക്കിൽ പോയി നോക്കുമ്പോൾ ആ പെൺകുട്ടി നമുക്ക് കാണാം. ഇതൊക്കെ ഒരു ലീഡിങ് ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടാണ് ഈ രാഹുൽ ഈശ്വറിന് കിട്ടിയ പണി. ഇപ്പം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇപ്പം ആള് ജുഡീഷ്യൽ കസ്റ്റഡി ഇരിക്കുന്നത്. അപ്പം ഈ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഗുഡ്. ചില ജെനുവൻ ആളുകൾക്കെതിരെയുള്ള ജെനുവൻ ആയിട്ടുള്ള ഫേക്ക് കേസ്, ജെനുവൻ അല്ല ഫേക്ക് കേസസ് വരുമ്പോൾ ഈ ജെനുവൻ കേസസ് നമ്മൾ അത് പിക്ക് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ അറിയണം. ചുമ്മാ എല്ലാത്തിനും കൊണ്ട് തലയിടുമ്പം ഇതിന് ആ മൂവ്മെന്റിനുള്ള ആ പേര്, ആ ഒരു സപ്പോർട്ട് അങ്ങ് എറോഡ് ചെയ്തു പോകും. അതിൽ സപ്പോർട്ടേ പോകും. ആക്ച്വലി പുള്ളി ഒരു ഫാക്ട് ചെക്ക് ചെയ്യണമായിരുന്നു ഓരോ കാര്യങ്ങളിലും. ആക്ച്വലി ഐ തിങ്ക് റൈറ്റ് നൗ ഹി ഓൾസോ നീഡ് എ തെറാപ്പി. ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് പുള്ളി ഇപ്പോ പോകുന്നത്. അല്ല, മേ ബി പുള്ളിക്കാരൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾക്ക് മേ ബി ഇറ്റ്സ് ഗോട്ട് ഗുഡ് ട്രാക്ഷൻ. അപ്പൊ അതിന്റെ ഒരു ഇതില് എനിക്ക് ഇനി അടുത്തത് എവിടെ കിട്ടും എന്നുള്ള അറിയില്ലല്ലോ. ഇപ്പൊ നമ്മള് എന്താ പറയുക, ലോട്ടറി എടുക്കുന്ന പോലെയാണ്, അടിച്ച് അവിടെ ഒരു TPR. അരുൺ പറഞ്ഞ ഒരു പോയിന്റിനോട് ഞാനൊന്ന് സംസാരിക്കുകയാണ്. അരുൺ പറഞ്ഞു ഇപ്പോൾ അവനെതിരെയുള്ളത് ഈ കേസസ് ദാറ്റ് ഹി ഈസ് ഗോയിങ് അറൗണ്ട് ആൻഡ് ദേ ആർ പ്രൊപ്പോസിംഗ് women to marry. മൾട്ടിപ്പിൾ കേസസ് ഉണ്ട്. അത് ആയിക്കോട്ടെ. എന്റെ ക്വസ്റ്റ്യൻ ഈസ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എപ്പിസോഡ് സംസാരിച്ചോളൂ, ഇത് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? അത് ആക്ച്വലി അറേഞ്ച്ഡാ, വീട്ടുകാർ അറിഞ്ഞോണ്ട് ഫിക്സ് ചെയ്ത ഒരു മാരേജ് ആണ്. അന്നേരം ഈ ചെറുക്കനെ കുറിച്ചൊന്നും തിരക്കിയില്ലേ? ചെറുക്കനെ കുറിച്ച് തിരക്കിയപ്പോ ചെറുക്കൻ ഈ പൊസിഷനിലല്ലേ ഇരിക്കുന്നത്. സോ രാഹുൽ മാങ്കൂട്ടം അതന്നെ ഞാൻ ചോദിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം പോയി പെണ്ണുങ്ങൾക്ക് കല്യാണം കൊടുക്കണം പ്രോമിസ് കൊടുക്കുന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം.
എടാ അത് ആ അത് ഇടയ്ക്ക് 2 ദിവസം മുമ്പ് ഇവ എങ്ങാണ്ട് ആരോ ഒരാൾ ഷെയർ ചെയ്ത ഒരു വീഡിയോക്കകത്ത് കണ്ട ഒരു ഇതാണ്. അത് സ്റ്റോറി ആണോ റിയാലിറ്റി ആണോ എന്ന് എനിക്കറിയത്തില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ദിസ് അതില് ഇസ് ഓൾ ദിസ് ഇസ് ഓൾ പോയിന്റ്ലെസ്. നമ്മളൊന്ന് ലോജിക്കലി തിങ്ക് ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഒരു പെണ്ണ് നമ്മളോട്, ഒരു ആള് വന്ന് നമ്മളോട് കല്യാണം കഴിക്കാന്ന് പറയുമ്പം either you should be in some sort of dating എടാ relationship എടാ with them എടാ to ഞാൻ feel. ഞാൻ ഞാൻ ആ സ്റ്റോറി പറഞ്ഞുതരാം. അത് correct, അത് correct. റിയാലിറ്റി ആണോ എന്ന് എനിക്കറിയില്ല. ദ സ്റ്റോറി ഈസ് ലൈക്ക് ദാറ്റ്. കേട്ടോ നോക്കാം നമുക്ക് എന്താ, അതായത് എന്നിട്ട് ബാക്കി ടോംസ് പറ. അവന്റെ കഥ നമുക്ക് കേൾക്കാം. അതെ അതെ. ആ പെണ്ണിന്റെ വീട്ടിൽ വന്ന് ദേ ഫിക്സ് ദ മാരേജ് എന്നുള്ളതാണ് ആ പെണ്ണ് പറയുന്നത്. പെണ്ണോ എനിക്കറിയില്ല. സംബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് ദിസ് ടോപ്പിക്. വീട്ടുകാർക്ക് അറിയാം. വീട്ടുകാർക്ക് അറിയാം. അങ്ങനെ കല്യാണത്തിന് മുമ്പ് ഇവൻ ഒരു ദിവസം വിളിച്ചു ടു മീറ്റ് ഹിം സം പ്ലേസ്, സം ഫ്രണ്ട്സ് ഗസ്റ്റ് ഹൗസ് ഓർ സംവെയർ. അങ്ങനെ പുള്ളിക്കാരി അവിടെ പോയി. അപ്പൊ ഫോഴ്സ്ഫുള്ളി റേപ്പ് ചെയ്തെന്നാണ് പുള്ളിക്കാരിയുടെ കംപ്ലൈന്റ്, വിത്തൗട്ട് ഹെർ വില്ലിംഗ്നെസ്. സോ ദാറ്റ്സ് എ കേസ്. അപ്പൊ അങ്ങനെ ഇതിനകത്ത് നമുക്ക് തലയിടാൻ പറ്റൂല. ഇത് റിയൽ ആണോ പോലീസ് ഫേക്ക് ആണോ തെളിയിക്കണം. ഒന്നും നമുക്കറിയില്ല. സോ ഇറ്റ്സ് എ സ്റ്റോറി ആണോ എന്നും അറിയില്ല. സോ അതുകൊണ്ട് ഇതൊക്കെ സത്യം ആക്ച്വലി ഇവർ രണ്ടുപേർക്കേ അറിയത്തുള്ളൂ. അതാണ് റിയാലിറ്റി. Yeah. നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകളുടെ, ഞാൻ സ്റ്റിൽ കമ്മിങ് ബാക്ക് ടു ദാറ്റ് മെയിൻ പോയിന്റ്. ഇപ്പോൾ ഒരാൾ ഒരു പൊസിഷൻ ഇരിക്കുമ്പം ദേ ഹാവ് ടു മെയിൻറ്റെയിൻ സം ലെവൽ ഓഫ് എത്തിക്സ്, സം ലെവൽ ഓഫ് യുവർ പോസ്ചർ, വാട്ട് എവർ ഇറ്റ് ഇസ്. ബിക്കോസ് അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നാച്ചുറലി അതിന് ആ ഒരു പർട്ടിക്കുലർ മൂവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഗവൺമെന്റിലുള്ള ട്രസ്റ്റ് നമുക്ക് മിസ്സാവും. ഇപ്പോൾ ഒരു മിനിസ്റ്റർ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഗവൺമെന്റിലുള്ള വിശ്വാസം കുറയും. അല്ലെങ്കിൽ ഒരു സിമ്പിൾ എന്ന പോട്ടെ, നമുക്ക് ഒരു പള്ളിയിൽ ഒരു പാസ്റ്റർ ഒരു പ്രീസ്റ്റ് എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ആ പാസ്റ്ററിനോട് അതേപോലെ ഒരിക്കലും ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വിൽ കീപ് സർട്ടൺ എത്തിക്സ് ഫോർ ദാറ്റ് പാസ്റ്റർ പ്രീസ്റ്റ്, അല്ലേ? ഐ എം ടോക്കിംഗ് ഫോർ ദാറ്റ് റിലീജിയസ് പോയിന്റ്. അത് ഇപ്പൊ ഏതെടുത്താലും, അതിപ്പോൾ ഏത് റിലീജിയൻ എടുത്താലും ആ ഒരു റിലീജിയസ് ലീഡർ, നമുക്കൊരു സ്വാമിയാണ് ഏതെടുത്ത ഒരു ഇമേജ് നമുക്കുണ്ടല്ലോ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വിൽ വി ട്രീറ്റ് ഹിം ദ സെയിം വേ, വിൽ വി ലുക്ക് അറ്റ് ഹിം ഇൻ ദ സെയിം വേ? നോ. അപ്പം ആ ഓരോരുത്തർ ആ ഒരു പദവിയിലിരിക്കും. യു ഹാവ് ടു ബി റെസ്പോൺസിബിൾ. അല്ലെങ്കിൽ ഇതിൽ പോകരുത്. സിമ്പിൾ ക്വയറ്റ് ലൈഫ് കൊണ്ടുപോവുക, കാര്യങ്ങൾ ചെയ്യുക, വലിയ പ്രശ്നമില്ല. Again, അതും എനിക്ക് ഐ എം നോട്ട് സോ ഷുവർ അബൌട്ട് ദാറ്റ് വിനോദ്. ലൈക്ക് സി, ഈ അച്ഛനും റിലീജിയസ് ഫിഗേഴ്സിൽ ഇരിക്കുന്ന ആൾക്കാരെ നമുക്ക് എഗ്രി ചെയ്യാം. കാരണം അവർ ദേ ഓൾസോ പ്രീച്ച് അബൌട്ട് ദീസ് തിങ്സ്. ഇന്ന ചെയ്യല്ല, അത് ചെയ്യല്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ ദർ ഇസ് ഹിപ്പോക്രസി ഇൻവോൾവ്. അന്നേരം we can give them knock them back. പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ മീറ്റ് ചെയ്യാൻ പോകും ടു സോൾവ് ദർ പ്രോബ്ലം. അപ്പൊ അങ്ങനെ ആർക്കും അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് എത്തും എന്നുള്ള ഒരു ഫിയർ ആണ് ഇതിനകത്തുള്ളത്. ഇപ്പൊ ഫീമെയിൽസിന് പുള്ളിയെടുത്ത് പോയി ഒരു കാര്യം ചിലപ്പോൾ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. എക്സാക്ട്ലി. അവിടെയാണ് പ്രശ്നം പറഞ്ഞത്. പല പൊളിറ്റീഷ്യൻസ് എടുത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നുള്ള ആളെ, നമ്മുടെ ഫ്രണ്ട്സിനെ ആരും നമുക്ക് വിടാൻ പറ്റാത്ത, കാരണം അവരുടെ പാർട്ടിയിലുള്ള കോ മെമ്പേഴ്സിന് തന്നെ അങ്ങോട്ട് പോയി സംസാരിക്കാൻ പേടിയാണ്. പിന്നെ so blown up, like എന്തോന്ന് കണ്ണും കൊണ്ട് നോക്കിയ ഉടനെ എന്തോ നമ്മളെ ഉടുപ്പ് ഊരി പോകുന്ന പോലെ തന്നാണ്ടോ പവർ ഉള്ളത് പോലെ ഇരിക്കുന്നു. നമ്മുടെ ഇന്ത്യൻ ആണുങ്ങൾ ഓഗിൾ ചെയ്യുന്നതും വെസ്റ്റേൺ ആണുങ്ങൾ ഓഗിൾ ചെയ്യുന്നതും ഭയങ്കര വ്യത്യാസമുണ്ട്. അതല്ലടാ, പവർ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഒരാള് പവറിലിരിക്കുമ്പോ. കറക്റ്റ്. ഇപ്പം പല ആളുകളുടെയും നമ്മൾ എക്സ്പീരിയൻസസ് പുറത്ത് ഇന്ത്യൻസിലുള്ള ബാഡ് ഇംപ്രഷൻ വരുന്ന, നമ്മളിപ്പോൾ കുറച്ച് ഓഫ് ടോപ്പിക് പോകുന്നത്, ഇന്ത്യൻസിന് ഭയങ്കര ബാഡ് ഇംപ്രഷൻ ഉള്ളത് ദേ ഓഗിൾ അലോട്ട്. പുറത്തവിടെ പോയി നമ്മളിപ്പം ബീച്ചിൽ പോകാന്ന് പറഞ്ഞാൽ ഉടനെ കുറെ ബിക്കിനി ഉള്ള പെണ്ണുങ്ങളെ കാണുക. ആ ഒരു എക്സൈറ്റ്മെന്റിലായിരിക്കും നമ്മുടെ പല ഫ്രണ്ട്സ് ഗ്രൂപ്പും ടൂർ പ്ലാൻ ചെയ്യാൻ കാര്യങ്ങൾ അതെല്ലാം ഇങ്ങനെയൊക്കെ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പം ഇത് ഇന്ത്യൻസിന് അങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ട്. ഈ കേരളത്തിലെ ആൾക്കാർക്ക് ഇനഫ് മെറ്റീരിയൽ ഇല്ലാഞ്ഞിട്ടാണോ ഈ ഇങ്ങനത്തെ സോഫ്റ്റ് പോൺ മെറ്റീരിയലിന് വേണ്ടിയുള്ള ഇൻട്രസ്റ്റിന് പോകുന്നത്? Could be. Is the real thing not available? Say, like adult stuff is available enough online, right? It is not a shortage. തിയേറ്റർ സ്റ്റഫില് 2 പേര് തിയേറ്ററിൽ ഇരുന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നത് അതിന് എന്താണ് സെയിൽസ് വാല്യൂ? ഐ ഡോണ്ട്. എക്സാക്ട്ലി. that makes no sense. അത് മറ്റേ ട്രിവാൻഡ്രത്തുള്ള തിയേറ്ററിൽ അല്ലേ? ഏത് തിയേറ്ററിലാവട്ടെ. അതെ.
ഇത് അത് പണ്ട് ഏതോ ഒരു ഇതിനകത്ത് എനിക്കൊന്ന് തരൂർ സാറാണോ ആരാണെന്ന് അറിയില്ല. ആഹ് ഏതൊരു എന്താണ് ഇന്ത്യൻസിന്റെ ഒരു ഫേമസ് തിങ്, ഡെഫിക്കേറ്റ് ഇൻ പബ്ലിക് ആൻഡ് കിസ് ഇൻ പ്രൈവറ്റ് എന്നുള്ള രീതിയിൽ ഒരു ആവശ്യമില്ലാത്ത എന്താ പറയാ ഏറ്റവും വൃത്തിഹീനമായ കാര്യങ്ങളെല്ലാം പബ്ലിക്കലി ചെയ്യും. വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത, ഇറ്റ് ഇസ് ജസ്റ്റ് എ വെരി ബേസിക്. ഞാൻ പറയുന്നില്ല ടു ഡു ആൻ ആക്ട് ഇൻ ഫ്രണ്ട് ഓഫ് എവരി വൺ, അങ്ങനെയല്ല ഞാൻ പറയാം. എന്നാലും ഒരു കൈ പിടിച്ച് നടക്കുന്നതിന് വരെ ഇറ്റ്സ് എ ബിഗ് ഇഷ്യൂ. അല്ല, അത് ടോം പറഞ്ഞ പോയിന്റ്, ജസ്റ്റ് കമ്മിങ് ബാക്ക് ടു ദാറ്റ് പോയിന്റ്. എന്തുകൊണ്ട് ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിലെ വ്യത്യാസം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജർമ്മനിയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ഇസ് ലീഗൽ അല്ലേ? വൺസ് യു ആർ 18 they can go into prostitution. So many Whereas in countries. many countries, I'm just giving you an example of Germany. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഇറ്റ് ഇസ് നോട്ട്, എന്താ പറയാ, ഇറ്റ് ഇസ് നോട്ട് ലീഗലൈസ്ഡ്. ഇറ്റ് ഇസ് there but it's illegal. അപ്പോൾ ഒരാൾ പോകുമ്പോഴത്തേക്കും തലയിൽ കൂടി തോർത്ത് ഇട്ടുകൊണ്ട് വേണം പോകാൻ, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ലീഗൽ. ഇപ്പൊ ആൽക്കഹോൾ ഇസ് ലീഗൽ, റൈറ്റ്? നമുക്ക് പോയി കുടിക്കാം. തലയിൽ കൂടി തോർത്തിട്ടുകൊണ്ട് പോയി കള്ളു കുടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പം വെസ്റ്റേൺ കൺട്രീസിൽ അവിടെ പല പോകുമ്പോൾ പ്രോസ്റ്റിറ്റ്യൂഷനും ഇന്ന് ബ്രോത്തലിൽ പോകുന്ന പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. ഇറ്റ് ഇസ് നത്തിങ് ലൈക്ക് ഒളിച്ചും പതുങ്ങി തൊപ്പിയും കോട്ട് ഇട്ടുകൊണ്ടൊന്നും ആള് ഒളിച്ചും പതുങ്ങി പോകത്തില്ല. എനിക്കൊന്നും ഇതിന്റെ സെയിൽസ് വാല്യൂ ഫുൾ ആൾക്കാരുടെ ഈ പെർസെപ്ഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ന്യൂസ് ചാനൽസ് ആരും ഒരാളും എനിക്ക് തോന്നുന്നില്ല ഇതിങ്ങനെ എന്താ പറയാ ഒരു എന്താ കുക്ക് ഫ്രീസ് ആൻഡ് ദെൻ തോ ചെയ്ത് വീണ്ടും കുക്ക് ഫ്രീസ് ആൻഡ് തോ, ആ ഒരു രീതിയിൽ ഒരേ ന്യൂസ് ഇത്രയും നാളൊക്കെ എങ്ങനെ ഇത് വെച്ചോണ്ടിരിക്കും? അതെ, അത് പ്യൂർലി ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നമ്മൾ എക്കണോമിക്സിൽ പഠിച്ച ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ഉള്ളപ്പോഴേ ഇതെടുത്ത് ഇറക്കത്തുള്ളൂ. ഇത് മറ്റേ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കൂടി അല്ല. എനിക്ക് തോന്നുന്നത് ഇതൊരു ആർട്ടിഫിഷ്യൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു സോഷ്യൽ മീഡിയയില് ഇപ്പം ഞാൻ എന്റെ ബ്രാൻഡിന്റെ ചെയ്യാൻ തുടങ്ങിയപ്പോ തന്നെ അവരാദ്യം പറഞ്ഞ നിന്റെ ടീമും കൂടെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് കേട്ടാ. നമ്മളതിങ്ങനെ എന്താ എല്ലാ മീഡിയയിലും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ എല്ലാരും വിചാരിക്കും, ഓ എന്റെ ദൈവമേ ഇതെന്താ സംഭവം, നമുക്കൊന്ന് പോയി സൈറ്റിൽ പോയി നോക്കാം. സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് കാര്യങ്ങളായി. പിന്നെ അത് ഒരു ഓഡിയൻസിനെ ക്യാപ്ചർ ചെയ്ത പോലെ. പിന്നെ അബദ്ധവശാൽ എന്തെങ്കിലും ഒരു ചെറിയ 10 രൂപയുടെ 20 രൂപയുടെ സാധനം കൊടുത്ത് വാങ്ങിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു എന്താ ക്യാച്ചിങ് പോയിന്റ്. പിന്നെ അവന്റെ ഇമെയില് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ അതെല്ലാം കിട്ടുന്നു. പിന്നെ അങ്ങോട്ട് ബൊമ്പാഡ് ചെയ്യുന്നു. പിന്നെ വന്നിട്ട് ഒരു $100-300 സാധനം മേടിപ്പിക്കുന്നു. ഇത് അതുപോലെയാണ്. ഒരു ചെറിയ എന്തെങ്കിലും ഒരു തരിയം കിട്ടുകൊടുക്കും. പിന്നെ ഈ ചാനൽ എപ്പോ നോക്കിയാലും അങ്ങനത്തെ സാധനം ഇടും, നമുക്കിത് കാണാം. എടാ, ഇതിൽ എൻ്റെ ഒരു തോട്ടം എന്ന് പറയുന്നത്, ഇതെല്ലാം ആൾക്കാർക്ക് പണിയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം ഈ ഫോർ എക്സാമ്പിൾ ഈ നമ്മുടെ ഈ തിയേറ്ററിലെ കേസ് തന്നെ, അത് അവിടെ റെക്കോർഡിങ് സ്റ്റുഡിയോ ഇരിക്കുന്ന ഒരു പണിയില്ല. അവനിത് തന്നെ പണി. അവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ക്യാപ്ചർ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, മേ ബി അവന്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. വേറൊന്നും അവന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ഇത് ഇൻട്രസ്റ്റ് ലോട്ട് ഓഫ് അതർ പീപ്പിൾ. സോ അവൻ അതിന്റെ മേ ബി അതിന്റെ ഒരു ബുക്ക് ഉണ്ടാക്കി അവന്റെ ഫ്രണ്ട്സിനൊക്കെ സെല് ചെയ്ത് തുടങ്ങി കാണും. സോ പൈസ കിട്ടും, എക്കണോമിക് ബെനിഫിറ്റ്. യെസ്, അത് കുറെ പേര് ഇങ്ങനെ കാണുന്ന അഡിക്ട്സ് കാണും. അപ്പൊ അവന്മാര് വീണ്ടും ചോദിച്ചോണ്ടിരിക്കും അടുത്തത് എന്താ. പിന്നെ ഇത് വേറെ ലെവലിലോട്ടൊക്കെ പോവാം. കാരണം ബിക്കോസ് ആൾക്കാരുടെ പ്രൈവസി ആണ്. അപ്പൊ ഇതെടുത്ത് ബ്ലാക്ക് മെയിലിംഗ് വേറെ ലെവലിലോട്ടുള്ള ഇതിലോട്ടൊക്കെ അവർക്ക് വേണമെങ്കിൽ പോവാം, ഒരു ക്രിമിനൽ രീതിയിലോട്ടും പോവാം. സോ ദിസ് ഈസ് ഹാപ്പനിങ്. അപ്പൊ ഞാൻ പറയുന്നത് അത് നമ്മുടെ നാട്ടിലല്ല, ഇത് എവിടെ വേണോ സംഭവിക്കാം, ഇഫ് ദോസ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. അപ്പൊ അവിടെ നിങ്ങളുടെ അവിടുത്തെ തിയേറ്ററിലും ഇതുപോലെ ഉണ്ട്. അപ്പം ആർക്കെങ്കിലും പണിയൊന്നും ഇല്ലാതിരിക്കുന്നെങ്കിൽ അവന് വേണമെങ്കിൽ നീ ജോലി ചെയ്യാം, അല്ലെങ്കിൽ ഒരു സൈക്കോ മെന്റാലിറ്റി ഉള്ളവർ ഈ ജോലി ചെയ്യാം. അല്ല, എന്നാ പിന്നെ ഇതിനൊന്നും നമുക്ക് പോലീസിന്റെ ബാക്കിങ്ങോ അങ്ങനെയുള്ള ഒന്നും ഇല്ല. ഇത് എവിടെയെങ്കിലും ഒരു സ്കൂപ്പ് പോലെ, അതായത് ഇപ്പൊ ഒരു മീഡിയയില് പെട്ടെന്ന് ഒരു സ്കൂപ്പാണ് വരുന്നത്. എന്താണ് സ്കാൻഡൽ ഓഫ് ദി ആർ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു വലിയൊരു ഇത് വെച്ചിട്ട് പിന്നെ പാവം പോലീസും തേരാപ്പാര ഓടുകയാണ്. എന്താ ഇത് സംഭവം, ഇതുമാർക്ക് എങ്ങനെ കിട്ടി, നമുക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ. എന്നാൽ പിന്നെ ലോ ആൻഡ് ഓർഡർ അല്ലേ പ്രൈമറി. ഇങ്ങനെ ലോ ആൻഡ് ഓർഡർ തെറ്റിക്കുന്ന ഒരു സാധനം കാണിച്ച് മറ്റുള്ളവരെ എല്ലാരും അതില് ഇൻവോൾവ് ചെയ്യിപ്പിച്ച്, എന്നാ പിന്നെ അതിനെക്കാട്ടി രസം എന്താണ് സാറേ, ഇതാ ഇങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്, പോലീസിനടുത്ത് മീഡിയ തന്നെ പറയാണ്, നമുക്കാണ് ഇതിന്റെ റൈറ്റ്സ് ഉള്ളത് ടെലികാസ്റ്റ് ചെയ്യാം, പക്ഷെ ഇങ്ങനെയുള്ളതാണ്, നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് ഇതിന്റെ വോട്ടെവർ പോലീസിന്റെ ഒരു ലോ ആൻഡ് ഓർഡർ സ്റ്റെപ്പ്. ഐ ഡിസഗ്രി വിത്ത് യു. അതെന്തെന്ന് വെച്ചാൽ എന്ത് ആളുകൾ എന്ത് ബിലീവ് ചെയ്യാത്തെന്ന് പറഞ്ഞാൽ ഈ പോലീസ് പല കേസസും അങ്ങ് ഒതുക്കിക്കളയും.
ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം മറ്റേ ഒരു അതിന്റെ എനിക്ക് കൗണ്ടർ ഞാൻ ഓർമ്മയുണ്ട് നേരെ മറ്റേ തരാം. മീഡിയ അതിനെ പെരുപ്പിച്ചും കളയും. പെരുപ്പിച്ചു കളയും. ആ ഇപ്പൊ സിമ്പിൾ എക്സാമ്പിൾ നമ്മുടെ മറ്റേ ഇത് ടോട്ടലി ഔട്ട് ഓഫ് ദിസ് വൺ ആണ്. പക്ഷെ നമ്മുടെ എനിക്കൊന്ന് ആരെന്നൊക്കെ അറിയാം, നമ്മുടെ ഒരു IAS ഓഫീസർ ഗോട്ട് അറസ്റ്റഡ്, ഒരു ഒരു മീഡിയക്കാരനെ ഇടിച്ചിട്ട് കൊന്നു, ബഷീറിനെ ഇടിച്ചിട്ട് കൊന്നിട്ട് പോയി. വാട്ട് ഇസ് ഹിസ് നെയിം? കാൻ റിമെമ്പർ ഹിസ് നെയിം. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള എനിക്കറിയാം. IAS ഓഫീസർ, മിടുക്കനായിട്ടുള്ള അവൻ. വെള്ളം അടിച്ചിട്ട് കാർ ഓവർ സ്പീഡ് ചെയ്ത് ഇവനെ ഇടിച്ചിട്ട്. ബട്ട് ദർ ഇസ് എ ലോട്ട് ഓഫ് അതർ സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ്. അത് വലിയ വേറൊരു ഇഷ്യൂ ആണത്. അപ്പം അതിനകത്ത് പറ്റിയ നേരെ പോയി പോലീസിൽ പോയി എല്ലാം അതിനകത്ത് വിറ്റ്നസസ് ഉണ്ടായിരുന്നു, ഡാഷ് ക്യാമറയുടെ ഇതൊക്കെ പല കാര്യങ്ങളുണ്ടായിരുന്നു. ഇത് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പം ഇത് IAS എല്ലാം കൂടി ചേർന്ന് ഇത് ഒതുക്കാൻ നോക്കി. കുറെ പിന്നെ ആ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ ലേറ്റ് ആയി. I think 24 hours കഴിഞ്ഞു. ആ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ തന്നെ ഡിലേ ആക്കി. ഇങ്ങനെയൊക്കെയുള്ള കുറെ തരികട ചെയ്തു. അത് പക്ഷെ മീഡിയയിലേക്ക് വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി. ഇത് ആദ്യമേ കൊണ്ടിട്ട് മീഡിയയിൽ പൊട്ടിച്ചായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ ട്രാക്ഷൻ കിട്ടുമെന്നുള്ള ആളുകളുടെ ഉള്ളിലുള്ള ഒരു ഫീലിംഗ് ആണ്. ബിക്കോസ് ദേ ഹാവ് ലോസ്റ്റ് ട്രസ്റ്റ് ഇൻ ലോ ആൻഡ് ഓർഡർ. ബിക്കോസ് ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം വെസ്റ്റേൺ കൺട്രീസിലെ പോലെ ഈ പറയുന്ന എത്ര മീഡിയ എല്ലാം അറിവിലുള്ളവരാണെങ്കിലും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാലിൽ അവരെ കുറിച്ച് അറസ്റ്റ് ചെയ്യും. ദൈവങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ആൾക്കാരാണ്. അല്ലല്ല. അല്ല, പക്ഷെ പിന്നെ നമ്മുടെ ഞാൻ പറയുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പല പവറിലിരിക്കുന്നവർക്ക് സ്റ്റിൽ ദേ ഹാവ് അതോറിറ്റി, ദേ ഹാവ് കൺട്രോൾ. വേറെസ് ഇപ്പം നമ്മളിപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ US അല്ലെങ്കിൽ ഏത് വെസ്റ്റേൺ കൺട്രീസ് എടുത്തോ, ഒരു മേയറിനെ ഡ്രങ്കൺ ഡ്രൈവിംഗിൽ പിടിച്ചു കഴിഞ്ഞാൽ ഹി വിൽ ബി അറസ്റ്റഡ്. അവിടെ ഞാൻ മേയർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെങ്കിൽ പോലും ഏത് പദവിയിൽ ഇരിക്കുന്നവനാണ് എന്ത് പറഞ്ഞാലും അവൻ അപ്പം തന്നെ എത്ര വീഡിയോസ് ഉണ്ട് അബൌട്ട്. അതെ, അറസ്റ്റഡ് കറക്റ്റ് തന്നെ. മീഡിയയിലും അതുപോലെ ഉള്ളൂ. മീഡിയയിലും നമ്മുടെ ഇവിടെ അങ്ങനെ അല്ല, നമ്മുടെ മീഡിയയിൽ ഇവിടെ അത്ര അങ്ങനെ വരുള്ളൂ. മീഡിയയിൽ ഫ്ലാഷിംഗ് ന്യൂസ് ഒന്നും അല്ല, മീഡിയയിലും വരും. ഓക്കെ, ദിസ് മേയർ വാസ് അറസ്റ്റഡ്, he's been sent to the court, this thing. നമ്മുടെ മീഡിയയിൽ അങ്ങനെയല്ല. നമ്മുടെ മീഡിയയിൽ കാണിക്കാൻ പോകുന്ന ഈ മേയർ എവിടുന്ന് കുടിച്ചു, ആ ബാറിന്റെ ലൈസൻസ് എവിടുന്ന് കൊടുത്തു, ഉടനെ ഇന്ന ലൈസൻസ് അയാളുടെ അളിയന്റെ ബാറാണ്, ഇതിന്റെ പിന്നിലുള്ള എന്താ, ഇങ്ങനെ സ്റ്റോറി ഇങ്ങനെ സ്പിൻ ചെയ്യും. അവിടെയാണ് വ്യത്യാസം. കുടിച്ച കള്ളിന്റെ വീര്യം നോക്കൂല ആരും, അല്ലേ? അതിലാർക്കും താല്പര്യമില്ല. അത് മാത്രമല്ല വേറെ നോക്കും, ആ മേയറുടെ കാറിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ആ ആൾ എന്താണ്, എന്തുകൊണ്ട് ആ സമയത്ത് ഇന്ന സമയത്ത്. അത് പ്രത്യേകിച്ച് വേറൊരു ലേഡിയും കൂടെ തീർന്നു. ആ ലേഡി എന്താണ്, ഇനി ആ ലേഡി ഏത് കമ്പനി റിലേറ്റഡ് ആണ്, അല്ലെ എന്ത് ബിസിനസ്, ഇങ്ങനെ കൊണ്ടുപോകും. നമ്മുടെ മീഡിയ തന്നെ കുറെ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസ് ആയിട്ട് മാറും. മീഡിയ റിയലി ഹെൽപ്ഫുൾ. ഹരി, നീ ചോദിച്ചില്ല, അതായത് മീഡിയ ഇങ്ങനെ ഹൈപ്പ് ചെയ്യുമ്പോൾ ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ മേ ബി ആ ഒരു കേസ് സൈലന്റ്ലി ഒതുക്കുന്നത് ചിലപ്പോൾ നിൽക്കും. മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ മേ ബി ദേ വിൽ, പോലീസ് ഓഫീസേഴ്സ് വിൽ ഫിയർ ദാറ്റ് ഓക്കെ ഇത് ഇനി അങ്ങനെ ഒതുക്കാൻ പറ്റത്തില്ല, വി ഹാവ് ടു ഡു പ്രോപ്പർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അത് ഒതുക്കും. അതെ, അതും ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. എന്താ പറഞ്ഞാൽ ബാക്കി ഏത് സ്റ്റേറ്റിലും എടുത്താലും മീഡിയക്ക് ഇത്ര പവർ ഇല്ല, ഒൺലി ഇൻ കേരള. അതും നമ്മുടെ ഈ കുറെ ഈ കോമഡി ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ട്രോൾസ് ഒക്കെ ഉണ്ടല്ലോ, അത് കേരളത്തിലേ ഉള്ളൂ. ഇത് ഇത്ര നമ്മളെടുത്ത് നമ്മുടെ ചീഫ് മിനിസ്റ്ററിനെയും പ്രൈം മിനിസ്റ്റർ എല്ലാം കളിയാക്കുന്നത് കേരളത്തിലേ ഉള്ളൂ. ഇതേ സെയിം തിങ് ഇവിടെ കർണാടകയിലോ വേറെ ഏത് സ്റ്റേറ്റിലൊന്ന് ചെയ്തു നോക്ക്. ഒരു പൊളിറ്റീഷ്യനെ കളിയാക്കലോ ഒരു കോമഡി ഇട്ട് അവന്റെ കാര്യം തീർന്നു. അതാണ് നമ്മുടെ കേരളത്തിൽ നമ്മൾ കളിയാക്കാം, ഒരു പ്രശ്നവും ഇല്ല. മീഡിയ കേരളത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻബിൽറ്റ് നമ്മുടെ ബ്ലഡിൽ ഒരു എമൗണ്ട് ഓഫ് സർക്കാസം ഉണ്ട്, ലൈക്ക് ഒരു ഹെൽത്തി എമൗണ്ട് ഓഫ് സർക്കാസം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൾച്ചറും കുറച്ചൊരു നല്ലൊരു ഹാസ്യപരമായിട്ടുള്ള ഒരു കൾച്ചറാണ്. പഞ്ചാബീസ് എല്ലാം അതുപോലെയാണ്. നമുക്കൊന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു തമാശയിൽ തന്നെ നമുക്കൊരു ഉത്തരം നൽകാനുള്ള ഒരു ഇതുണ്ട് നമ്മുടെ ഭാഷയ്ക്കും നമ്മുടെ സംസ്കാരത്തിന്റെ ആ ഒരു ഇതിന്. പക്ഷെ അതിന് ഒരുപാട് അങ്ങോട്ട് ഫ്ലെക്സ് ആക്കി അതിന് വേറൊരു രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് എനിക്ക് എന്തിനും തിരിച്ചു പറയാം, എനിക്ക് എന്തിനും ഇതാക്കാം, എനിക്ക് എന്തിനാണെങ്കിലും ചോദ്യം ചോദിച്ച് ചിലയിടത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇറ്റ് മേ നോട്ട് ബി ആപ്റ്റ് ഫോർ ദ സിറ്റുവേഷൻ. ഓക്കെ, മേ ബി ചോദ്യം ശരിയായിരിക്കാം, പക്ഷെ സന്ദർഭം ശരിയാണോ? അല്ല, മീഡിയ ഹൈപ്പ് ചെയ്യുമ്പോ പോലീസുകാർക്ക് ഒരു ഇൻട്രസ്റ്റ് ആണ്, ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ എന്നെയും അവര് അതുപോലെ പൊക്കിക്കൊണ്ട് വരുമല്ലോ, എനിക്കൊരു പ്രൊമോഷൻ ഇല്ലേ? പോലീസ് എന്ന് പറയുന്ന സംഭവം ദേ ഡോണ്ട് ലൈക്ക് എന്താ പറയാ, മറ്റേ എന്തോന്ന് ലൈറ്റാ പറയാ, ഫോക്കസ് ലൈറ്റ്, എന്താ പറയാ, ലൈം ലൈറ്റ്. അവര് പോലീസിന് ലൈം ലൈറ്റ് വേണം. ഇല്ല, ലൈം ലൈറ്റ് വേണം വേണ്ടോന്നല്ല, അത് നമ്മളായിട്ട് കൊടുക്കണം.
പക്ഷെ പോലീസ് ആ അങ്ങനെ, പോലീസാണ് ഗാർഡിയൻസ് ഓഫ് ദ സൊസൈറ്റിയാണ്. അത് നമ്മളുടെ ഒരു ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള, ഇപ്പൊ എങ്ങനെയാണ് സൈന്യം ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട്, അതാണ് പോലീസ് ഉം, ഫോർ എ സൊസൈറ്റി. ഓക്കെ, അപ്പം പോലീസ് എന്ന് പറയുന്നത് ആദ്യം ആ മനസ്സിലായി. ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പോലീസിനെ കണ്ട പേടിയാവുക എന്നുള്ള ഒരു ഇത് മാറ്റിയിട്ട് ഫസ്റ്റ് ദേ നീഡ് ടു കറക്റ്റ്. കം ഔട്ട് ആസ് ഫ്രണ്ട്ലി. അത് കുറെ അവർ മറ്റേ ജനമൈത്രി എന്നൊക്കെ പറഞ്ഞ് ഇറ്റ്സ് ബിക്കം കംഫർട്ടബിൾ now. പക്ഷെ അല്ല എന്നാലും കേരള പോലീസ്, യാ കേരള പക്ഷെ പോലീസ് മച്ച് ബെറ്റർ കേട്ടോ ശ്രീ ആ അത് കാര്യത്തിൽ. അത് ശരിയാണ്. ഉം, അല്ല, ഉം. തമിഴ്നാട്ടിലും എല്ലാം ഒരു ഇത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അവരും ഒരുവിധം മാറി, അതെ അതെ, അപ്രോച്ചബിൾ ആണ്. പക്ഷെ എന്റെ ചേഞ്ചസ് ആണ്. പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഞാൻ കള്ളനെ പിടിച്ചു ഇനി ഫോട്ടോ എടുത്ത് ഇതാ അങ്ങനെ ഒരു ഇത് ചെയ്യുന്നില്ല. ദേ ആർ സൈലന്റ്ലി ഡൂയിങ് ദർ അമേസിങ് വർക്ക്. അതിന് നമ്മള് ഉം, എന്താ അവരെത്ര പ്രശംസിച്ചാലും പോരാ. കാര്യം ഞാൻ ഈ നാട്ടിലിരുന്നിട്ട് ഐ എം സീയിങ് ദാറ്റ്. എന്റെ ഉം, സൈക്കിള് മോഷണം ഉം. പോയിട്ട് FIR ഫയൽ ചെയ്ത് തരാം, നിങ്ങൾ പോയി ഇൻഷുറൻസ് ക്ലെയിം ചെയ്തോന്ന് പറഞ്ഞ ആൾക്കാരാണ്. കമാന്ന് ഒരക്ഷരം വണ്ടിയിട്ടില്ല. വിളിച്ചപ്പോ ചോദിച്ചത്, അവിടെ പിന്നെ സൈക്കിളൊക്കെ അടിച്ചോണ്ട് പോകും അവിടെ എടാ എന്റെ ഒരു കോസ്റ്റ്ലി സൈക്കിള് ഞാൻ കുറെ മെനക്കെട്ട് അതിൽ റിപ്പയർ വർക്കെല്ലാം ചെയ്ത് ഒരു മര്യാദക്ക് വിറ്റിരുന്ന ഒരു $100-800 കിട്ടുമായിരുന്നു. അത്രയും വേർത്തൊരു സൈക്കിള് got stolen. Anyway, the point is, ഇവിടെ they never bothered. അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനൊരു ഇതുണ്ടാവും. ഇവിടെ CCTV ഇതുണ്ടായിരുന്നു. They really didn't care. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമ്മുടെ പോലീസ് ഇസ് ഡൂയിങ് എ വെരി ഗുഡ് ജോബ്. അവരെ ആവശ്യമില്ലാത്തൊരു സമ്മർദ്ദത്തിലിട്ടിട്ട് ഇതിപ്പം ഇവിടെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പോലീസിനെ ഫുൾ ഇത് പ്രഷറൈസ് ചെയ്യുന്നത് പൊളിറ്റിക്സ് ആണ്. കറക്റ്റ്. അവർക്ക് അവരുടെ ഇതിനകത്ത് നല്ല വേറെ ജോലി ആംഗിൾ ഉണ്ട്. പോലും ചെയ്യാൻ സമ്മതിക്കാത്തത് ഈ പൊളിറ്റിക്സ് ആണ്. ഇതിനകത്ത് വേറെ ആംഗിളും ഉണ്ട് ശ്രീ. ഇപ്പൊ ഇതിനകത്ത് വേറെ ഒത്തിരി വേറെ കേസസ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചീഫ് മിനിസ്റ്ററിന്റെ പേരിൽ തന്നെ വേറൊരു വലിയൊരു അലിഗേഷൻ വന്നിട്ടുണ്ട് കേസ്. അത് വന്നപ്പോൾ ഈ ഒരു കേസ് വന്നപ്പോൾ അതങ്ങ് ക്വയറ്റായി. നോബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. എല്ലാവരും ഇതിന്റെ പുറകെ പോയി. മനസ്സിലായില്ലേ? എനിക്കൊന്ന് മറ്റൊരു അറിയാം മറ്റൊരു മസാല ബോണ്ടോ എന്തോ ഒരു ഇഷ്യൂ ഇപ്പൊ ഇരിക്കുന്നത്. ഭയങ്കര ഒരു അലിഗേഷൻ ആണ്. ഭയങ്കര ഒരു കറപ്ഷൻ നടന്നൊരു സംഭവമാണ്. പക്ഷെ ആരും നോബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. നോബഡി ഈസ് ക്വസ്റ്റനിങ് ഹിം. ബിക്കോസ് എല്ലാവരും ഇതിന്റെ പുറകില്ല. ഇതപ്പോഴത്തേക്കും ക്വയറ്റായിട്ടിരിക്കും. അപ്പൊ എന്റെ ഒരു പോയിന്റ് ഡിസ്ട്രാക്ഷൻ പറയണത് അവരുടെ ഡിസ്ട്രാക്ഷൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഈ ഭീകരവാദവും മോഷണവും സ്മഗ്ലിങ്ങും അങ്ങനെയുള്ള സാധനം. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സെക്സ് സ്കാൻഡല് വല്ലവനും വല്ലവളുടെയും കൂടെ എന്തെങ്കിലും ചെയ്തതിന് പോലീസ് ഇൻഡിപെൻഡന്റ് അല്ല. പോലീസ് ഇൻഡിപെൻഡന്റ് അല്ല. മേലെന്ന് അതോറിറ്റി പറയും. എക്സാക്ട്ലി. ആ മേലെന്നുള്ള അതോറിറ്റിക്ക് ഇങ്ങനെയല്ലേ പ്രഷർ പോകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളില്. അവ ഇതൊക്കെ എന്താണ് പൊളിറ്റിക്സ് അല്ലേ? പൊളിറ്റിക്സ്. ഇപ്പൊ ഞാൻ സിമ്പിൾ എക്സാമ്പിൾ, ഇതിനകത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റോ BJP കോൺഗ്രസ് ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ CM-നെതിരെ ഇപ്പൊ ഹോട്ടായിട്ട് ഇരിക്കുന്ന സംഭവമാണ് ആ മസാല ബോണ്ടിൽ വലിയൊരു കറപ്ഷൻ സംഭവിക്കുന്നത്. 1-2 കോടിയല്ല, നല്ല വലിയൊരു എമൗണ്ട് ആണ്. പക്ഷെ അതൊന്നും ചർച്ച ചെയ്യാതെ പോലീസിനെല്ലാം എങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് വിട്ട്, ഈ മീഡിയ എല്ലാം അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്താൽ ഇറ്റ് ഇസ് എ പൊളിറ്റിക്കൽ ഗെയിം ഓൾസോ. ഇറ്റ് ക്യാൻ ബി എ ഡിസ്ട്രാക്ഷൻ ടാക്ടിക്സ്. ഇറ്റ് കുഡ് ബി. അപ്പം അതുകൊണ്ട് ഇതിനകത്തൊക്കെ അപ്പോൾ ആളുകളുടെ എല്ലാം ശ്രദ്ധ അങ്ങോട്ട് അതോ അവിടെ എന്തോ സംഭവിക്കുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ തരികട നടക്കുമായിരിക്കും. പക്ഷെ നമ്മുടെ എല്ലാം ശ്രദ്ധ അങ്ങോട്ട് ഇതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കും. ഇതാണ് പ്രശ്നം നടക്കുന്നത്. ബട്ട് ഐ തിങ്ക് അൾട്ടിമേറ്റ്ലി വാട്ട് ഐ വുഡ് സേ ഇസ്, നമ്മുടെ സ്പൈഡർമാനിൽ ഒരു വലിയൊരു ഫേമസ് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. സോ എനിവൺ ഹൂ ഇസ് ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് അതോറിറ്റി, പവർ ആൻഡ് ഓൾ ദാറ്റ്, യു ഹാവ് ടു ബി എ ബിറ്റ് മോർ കെയർഫുൾ. യു ഹാവ് ടു ഹാവ് സം കൈൻഡ് ഓഫ് എത്തിക്സ്. അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാം മനുഷ്യരാണ്, എല്ലാം ഫൈൻ, എല്ലാം ഐ അഗ്രി. ബട്ട് ആ ഒരു അതോറിറ്റിയിലേക്ക്, ആ ഒരു ഇതിലോട്ട് പോകുമ്പോഴത്തേക്കും യു ഹാവ് ടു മെയിൻറ്റെയിൻ സർട്ടൺ സ്റ്റാച്ചർ. Because with that power you get a lot of responsibility. You are responsible for a lot of things. You are responsible for that constituency of that people, or you are responsible for the or CEO ആകുമ്പോഴത്തേക്ക് he is responsible for the employees of that company. ആ CEO ഭയങ്കര തരികടയാണെങ്കിൽ how will the employees feel confident in working in that company? But either way, whether it is a man or woman, അതൊന്നുമല്ലേ പറയുന്നത്, whoever it is. അപ്പം ആ അതോറിറ്റിയിൽ വരുന്ന ആളുകൾക്ക് ഒരു കൈൻഡ് ഓഫ് ലെവൽ ഓഫ് എത്തിക്സ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് കാര്യങ്ങൾ വരണം. എന്നാലേ അതൊരു എല്ലാവർക്കും ഒരു ഹാപ്പി ആയിട്ടും പല കാര്യങ്ങളും ചെയ്തു പോകാൻ പറ്റും. അത് പൊളിറ്റിക്സ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും റിലിജൻ ആണെങ്കിലും ഏതാണെങ്കിലും. ദിസ് ഇസ് മൈ പോയിന്റ് ആൻഡ് ടേക്ക് അവേ ഫ്രം ഓൾ ദിസ്. പീക്കിംഗ് ഇൻ ടു ദെയർ പേഴ്സണൽ ലൈഫ്സ് ആൻഡ് ദെൻ അത് ഡൈസെക്ട് ചെയ്ത് ഇതൊക്കെ ചെയ്യുന്നതോട് എനിക്ക് താല്പര്യമില്ല. ബട്ട് ഇറ്റ്സ് എ തിൻ ലൈൻ. അല്ല, തിൻ ലൈൻ കറക്റ്റ്. അതാ ഞാൻ പറയുന്ന ഒരു തിൻ ലൈൻ ആണ്. തെറ്റ് ചെയ്തിട്ടുണ്ടോ തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ്. പക്ഷെ അതിനു മുമ്പേ ഡോണ്ട് ബി ദ ജൂറി ആൻഡ് ദ ജഡ്ജ്, പിന്നെ അതിലൂടെ വേർഡിക്റ്റും. അതായത് ഒരു പബ്ലിക് സെന്റിമെന്റിനെ
മോട്ടിവേറ്റ് ചെയ്തത്. അതെ അതെ അതാണ് മീഡിയ ചെയ്യുന്നത്. എനിക്ക് മീഡിയയുടെ ഇതിലാണ് എനിക്ക് കൂടുതൽ ഇതുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്കാൻഡൽസ് ഒന്നും അത്ര സെൻസേഷണലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് അനദർ ന്യൂസ്. അവിടെ നിൽക്കണം കാര്യം. അത് ഘോരം ഇത് ചെയ്ത് ചർച്ച ചെയ്ത് അതിനെ അലക്കി അതിനെ വെളുക്കാൻ തേച്ച് വാണ്ടെന്നുള്ള രീതിയിലാക്കേണ്ട ഒരു ആവശ്യവും. ശരി, നമ്മുടെ സൊസൈറ്റിയിൽ നടന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് അറിയിക്കാനുള്ള നിങ്ങൾക്കൊരു പ്രായോഗികമായിട്ടുള്ള ഒരു കടമയുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ അത് ചെയ്ത് നിർത്തണം. അതാണ് മീഡിയയുടെ ഇത്. അതൊരു ലൈം ലൈറ്റോ ഇതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതിപ്പോ നടന്ന ഒരു ബോംബ് സ്ഫോടനമോ അല്ലെങ്കിൽ ഭീകരാക്രമണമോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലെ ഇടിവോ ഒന്നും അല്ല. ഇതാരോ വഴിയെ പോകുന്ന ഏതോ ഒരു പൊളിറ്റീഷ്യൻ, എനിക്ക് അയാളെ അറിയത്ത് പോലും ഇല്ല ഇത്രയും കാലം. നിങ്ങൾ ഇത് സംസാരിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് ഞാൻ അയാളുടെ ഇത് അറിയുന്നത് തന്നെ. That insignificant in anyone's life. That's what I'm trying to say. അപ്പൊ ഇത്രയും ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരാള്, അതായത് ഇത്രയും 1.5 ബില്യൺ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് ലിറ്ററേറ്റ് കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ലജ്ജാവഹം എന്ന് ഞാൻ പറയൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മീഡിയയിലിട്ട് അലക്കുന്നത്. വേറെ ഒന്നും നിങ്ങൾക്ക് പറയാനില്ല, വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല മീഡിയക്ക്. എസ്പെഷ്യലി ആസ് പെർ ലോ പറയുന്നത് യു ആർ ഇന്നസെന്റ് അൺടിൽ യു ആർ പ്രൂവൻ ഗിൽറ്റി. സോ ലെറ്റ്സ് കീപ് ഇറ്റ് ഇൻ ദ കോർട്ട്, നോട്ട് ഈ ഒരു മീഡിയയിലിട്ട് കിടന്ന് അലക്കി നശിപ്പിക്കുന്നതിൽ ഒരു കാര്യമില്ല. അത് ഒരാളുടെ മേ ബി ലെറ്റ് us say one person is innocent, അയാളുടെ കരിയറും ഡിസ്ട്രോയ് ചെയ്യുന്നതാണ്. സോ ദിസ് ഇസ് മൈ വ്യൂ പോയിന്റ് ഓൺ ദിസ്. എടാ, എൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ, സീ വാട്ട് ആസ് ലോങ് ആസ് ഇറ്റ്സ് അഫക്റ്റിംഗ് ഐ മീൻ നമ്മളെപ്പോലുള്ള ആൾക്കാരെയൊന്നും ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഞാൻ ആക്ച്വലി ന്യൂസസ് ഒന്നും കാണാറില്ല, ന്യൂസും കാണാറില്ല, പത്രവും വായിക്കാറില്ല. പിന്നെ ഇടയ്ക്ക് ഓരോരുത്തർ ഇങ്ങനെ വിളിച്ച് പറയും, ഇതാ ഇവിടെ ഇത് നടക്കുന്നത് നീ അറിയുന്നില്ല എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ബിക്കോസ് പിന്നെ ഒരു പണിയില്ലാതിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കിതൊരു എൻ്റർടൈൻമെൻറ്റ്, അപ്പോൾ അവർ എൻ്റർടൈൻ ചെയ്തോട്ടെ. പക്ഷേ ഇതിനകത്ത് മീഡിയ അലക്കുന്നതെങ്കിൽ മീഡിയ അലക്കിക്കോട്ടെ, കാണാനുള്ളവർ കാണുന്നു, അല്ലാത്തവർ അവരുടെ പണി നോക്കി പോകുന്നു. പക്ഷേ ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈ ആൾക്കാരുടെ പേഴ്സണൽ ലൈഫ് വെച്ച് മീഡിയ കളിക്കാതിരിക്കുക. അത് ഒരു ബാഡ് പ്രാക്ടീസാണ്. എവരിബഡി ഹാസ് എ പേഴ്സണൽ ലൈഫ്. അപ്പോൾ അതിനെ എടുത്തു വെച്ച് അലക്കാതിരിക്കുക. ബട്ട് പ്രൊവൈഡ് മാക്സിമം എന്റർടൈൻമെന്റ് ടു ദ പബ്ലിക്. ജോലി ഉണ്ടാക്കി കൊടുക്കല്ലേ വേണ്ടത്, അല്ലാതെ ഇത് എന്റർടൈൻമെന്റ് കൊടുക്കാനാണ് വേണ്ടത്. അല്ല, ഇത് ആക്ച്വലി എന്റർടൈൻമെന്റ് ആണ്, അല്ലാതെ പിന്നെ ന്യൂസ് ഡെയിലി എന്തോ കാണാൻ അവിടെ ഇത് പൊട്ടി ബോംബ് പൊട്ടി. അരുൺ പറഞ്ഞ പോയിന്റ് ഉണ്ട്. എന്റർടൈൻമെന്റ് എന്ന വാക്ക് പലർക്കും ഡിഫറെന്റ് ആയിരിക്കും. ചിലർക്ക് സ്പോർട്സ് ആയിരിക്കും എന്റർടൈൻമെന്റ്, ചിലർക്ക് സിനിമ ആയിരിക്കാം, അല്ലെ ചിലർക്ക് ജിയോ പൊളിറ്റിക്സ്. ഇപ്പൊ എനിക്കൊക്കെ ജിയോ പൊളിറ്റിക്സ് ഫോളോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അതാണ് എനിക്കൊരു ക്രേസ്, അതാണ് എന്റർടൈൻമെന്റ്. മനസ്സിലായില്ല. അപ്പൊ വേറെ ഒരാൾക്ക് മൂവി ആക്ടേഴ്സിന്റെ അവരുടെ ഗോസിപ്പ് സ്റ്റോറീസ്, അവർക്ക് അത് ഓരോരുത്തർക്ക് ഒരു അപ്രോച്ച്. That's all. Yeah, Tom, you want to conclude with anything? Tom confused അല്ലേ? ടോപ്പിക് ഒന്ന് കൺക്ലൂഡ് ചെയ്യണം. എന്റെ conclusion is sex happens in every house, in every age group. Not every age group, every adult age group. So it is done by every human animal in the world. So there is nothing great about it. If you are short of videos, we will send you links if you want. This is not entertainment. ഞാൻ ഈ ഗ്രൂപ്പിലില്ലേ. So please don't get sucked into what media is magnifying as something which is already not there. No, there are better things to worry about. Kerala is a very educated literacy. There is millions of things for us to do. This is irrelevant. ഇപ്പൊ എല്ലാരും കമന്റ് ചെയ്യുക. തോംസിന് സ്പെസിഫിക് ആയിട്ട് കമന്റ് ചെയ്യുക. അവൻ ലിങ്ക് അയച്ചിരുന്നതാണ്. അവനാണ് ഗ്രൂപ്പിന്റെ അഡ്മിന്. പണ്ടത്തെ പോലെ ദൂരദർശന്റെ പോലെ അരമണിക്കൂർ ന്യൂസ് ആയിരുന്നു. എന്തായിരുന്നു എന്നല്ലേ ജീവിതം. അറിയിക്കുക, ന്യൂസ് അറിയുക, പോവുക, അത്രേ ഉള്ളൂ. ഹാഫ് ആൻ അവർ അല്ലേ, അത്രേ ഉള്ളൂ. നല്ല ന്യൂസും ആയിരിക്കും അത്. നമ്മള് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ദൂരദർശൻകാരാണ് അതിനെ കൊളോക്കെ. അവരാണ് ഈ DD ന്യൂസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത്. എന്തിന്റെ ആവശ്യമായിരുന്നു എന്തോ. പക്ഷെ എന്നാലും അവരുടെ ഇതില് ഇന്റർനാഷണലും അതും ഇതെന്നൊക്കെ മിക്സ് ചെയ്ത് വരുമായിരുന്നു. ഇതിപ്പോ DD ന്യൂസ് ഇപ്പോഴും DD ന്യൂസ് സ്റ്റിൽ അത് റിഫൈൻഡ് ആണ്. നമ്മുടെ ഈ മീഡിയ പോലൊന്നും അല്ല. എടുത്തിട്ട് അലക്കുന്ന രീതിയൊക്കെ ഡിഫറെന്റ് ആണ്. പക്ഷെ ഇപ്പൊ അൾട്ടിമേറ്റ്ലി നമ്മൾ പറഞ്ഞു ഒന്നല്ല ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നത്,
ഇത് പല ടൈപ്പ് ദർ ആർ ബിഗർ ഫിഷ് ടു ഫ്രൈ ആക്ച്വലി ഇൻ അവർ ലൈഫ്. പക്ഷെ അൾട്ടിമേറ്റ്ലി എല്ലാവരും പല ടൈപ്പ് മീൻ കഴിക്കും. ചിലർ ചെറിയ മീൻ എടുത്ത് പുറകെ പോവും, ചിലർ വലിയ മീനിന്റെ പുറകെ പോവും. നെത്തോലിയും ചെറിയൊരു മീനല്ല. അപ്പൊ അതും എടുത്തിട്ട് വറുത്ത് വലിയൊരു സംഭവമാക്കി ആളുകൾ ആക്കുന്നു. ഇതാണ് നമ്മുടെ നടക്കുന്നത്. ഓക്കെ ഗൈസ്, ഇന്നത്തേക്ക് ഇത്ര മാത്രം. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അലക്കാനും വയ്യ, വിളമ്പാനും വയ്യ. അതുകൊണ്ട് ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് വിലയേറിയ നിങ്ങളുടെ കമന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്യുക. അതോടുകൂടി വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു സബ്സ്ക്രൈബ്, ഒരു ഷെയർ, ബെല്ലൈക്കൺ ബെല്ലും കൂടെ. അത് ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു ഗൈസ്. ബൈ ബൈ.